ഓക്കെ. പാടുங்க പാടുங்க. Just like that, my 20s is almost over. Happy birthday to you. Happy birthday to you. Happy birthday, dear Ammu. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, dear. Thank you. It's Omi's birthday also, right? That's true. Yes. കേക്കിന് പോലെ എന്റെ കൈ തിന്നോണ്ടിരിക്കാം. സോ ഇന്നത്തെ ദിവസം ഞാൻ രാവിലെ തൊട്ട് എക്സൈറ്റഡ് ആയിട്ടിരുന്നൊരു സാധനമാണ് അമ്മ എനിക്ക് ഗിഫ്റ്റ് തരുന്നത്. ഇപ്പം അമ്മ എനിക്ക് ഗിഫ്റ്റ് തന്നപ്പോൾ ഞാൻ ഞെട്ടാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാവിലെ ഒരു കോമൺ കിടന്നു, ഞാൻ ലൈറ്റായിട്ട് ഒന്ന് കണ്ടു. അതായത് അമ്മ സർപ്രൈസ് ആയിട്ട് മേടിച്ചതാണ്. ഞാൻ ആക്ച്വലി അമ്മ എനിക്ക് ഗിഫ്റ്റ് മേടിച്ച് കാണുമെന്ന് വിചാരിച്ചില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മ ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു മേ ബി ദ കമ്മിങ് ഡേയ്സിൽ അമ്മ എന്നോട് ചോദിക്കും എന്ത് വേണം എന്നൊക്കെ ചോദിച്ചിട്ട് വാങ്ങും. പിന്നെ ഞാൻ ചിന്തിച്ചില്ല. അപ്പോൾ ഇന്നിങ്ങനെ ഞാൻ അമ്മയോട് ചോദിച്ചു, നമ്മൾ അപ്പൂപ്പൻ്റെ അമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് ഞാൻ ചോദിച്ചു നാളെ ഇടാനുള്ള ഡ്രസ്സ് തയ്ച്ച് കിട്ടിയോ. അപ്പോൾ അമ്മ പറഞ്ഞ് തയ്ച്ചുകൊണ്ടിരിക്കുക, അവർ ഫോട്ടോ അയച്ചു എന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ ഫോണിൽ എന്തോ ഫോട്ടോ കാണിച്ചു. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന കാരണം എനിക്ക് നേരെ കാണാൻ പറ്റിയില്ല. അപ്പോൾ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ വീട് എത്തിക്കഴിഞ്ഞപ്പം ഞാൻ അവിടെ വെറുതെ ഇരിക്കുന്നപ്പോൾ ഞാൻ അമ്മയുടെ ഫോൺ എടുത്തിട്ട് ഞാനിങ്ങനെ ആ ഡ്രസ്സിൻ്റെ ഫോട്ടോ ഇങ്ങനെ നോക്കിയിട്ട് കൊള്ളാം എന്ന് പറഞ്ഞ് ബാക്ക് അടിച്ചപ്പം തൊട്ടടുത്ത് ഒന്ന് രണ്ട് നല്ല ബ്രേസ്ലെറ്റിൻ്റെ ഫോട്ടോ കണ്ടു. ഒന്ന് രണ്ടാണോ ഒന്നാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പോലും ഒരു ചിന്ത പോകുന്നില്ല അത് അമ്മ എനിക്ക് മേടിച്ചതാണെന്നോ അങ്ങനെയൊന്നും എൻ്റെ മനസ്സിലോട്ട് പോകുന്നില്ല. ഞാനപ്പം അതിങ്ങനെ എടുത്തിട്ട് ഞാനിങ്ങനെ ഹായ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വാച്ചിൻ്റെ കൂടെ സ്റ്റാക്ക് ചെയ്യുന്ന ബ്രേസ്ലെറ്റ്സ്. അപ്പം ഞാൻ അപ്പോഴും അത് എൻ്റെതാന്ന് ചിന്തിക്കുകയല്ല കേട്ടോ. ഞാനത് നല്ല ഭംഗി, അമ്മ ഇത് എവിടെ വെച്ചിട്ട് നോക്കിയതാ. അപ്പം ഞാൻ ഇങ്ങനെ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മ ഇത് എവിടെ ഇട്ട് നോക്കിയതാ, ഏത് കടയിൽ വെച്ചപ്പോൾ കണ്ടതാ. ഞാൻ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടാണ് ചോദിച്ചത്. അപ്പം അമ്മയുടെ മുഖത്തൊരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എനിക്ക് സർപ്രൈസ് ആയിട്ട് ഞാനിത് തുറന്ന് കണ്ടെങ്കിൽ പോലും എൻ്റെ മുഖത്ത് അത്രയും എക്സ്പ്രസീവ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷൻ. അമ്മ ഇങ്ങനെ അമ്മു അമ്മു അത്. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിക്കേ അപ്പൊ അമ്മൂമ്മ എവിടെ ഇരിക്കും. അപ്പൊ ഞാൻ വിചാരിക്കേ ഇതിന് അമ്മൂമ്മയുടെ വല്ല സാധനം അമ്മ ഇനി അടിച്ചു മാറ്റിയത് ഞാൻ ഈ ചോദിച്ചത് കൊണ്ട് അമ്മൂമ്മ അറിഞ്ഞോ. ഞാനപ്പോ അപ്പൊ അമ്മ ഇങ്ങനെ ഞാനത് ഡിലീറ്റ് ചെയ്യാം, സർപ്രൈസ് ആയിരുന്നു. അപ്പോഴാ ഞാനിങ്ങനെ
എനിക്ക് വാങ്ങിച്ചാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചു അമ്മയ്ക്ക് ഇനി ഒരു ക്രാഷ് കോഴ്സ് കൊടുക്കണം, ആർക്കെങ്കിലും വേണ്ടി ഒരു സർപ്രൈസ് വാങ്ങണം. ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ഫോട്ടോ എടുത്ത് ഗാലറി വെക്കരുത്. സെക്കൻഡ് ഓഫ് ഓൾ അത് ഡിലീറ്റ് ചെയ്യണം. കാരണം ഞാൻ എപ്പോഴും അമ്മയുടെ ഫോൺ എടുക്കത്തില്ല. ബട്ട് ഇറ്റ്സ് ഫൈൻ. അതാ ആ പോയിന്റിൽ അമ്മ ഫോൺ എടുത്തില്ലെങ്കിൽ അമ്മ അത് കാണില്ലായിരുന്നു. പക്ഷേ അത് ഞാൻ കയ്യിലിട്ട് എങ്ങനെ ഇരിക്കും, ഞാൻ കയ്യിലിട്ടപ്പോ രാജു എനിക്ക് ഫോട്ടോ എടുത്ത് തന്നതാ. പക്ഷെ അതുകൊണ്ട് ഞാൻ അപ്പൊ അങ്ങ് ഇതാക്കി. മര്യാദയ്ക്ക് കണ്ടില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ തൊട്ട് ഐ ഹാവ് ബിൻ സോ എക്സൈറ്റഡ് ടു സീ ഇറ്റ്, ലൈക്ക് സോ വെരി എക്സൈറ്റഡ് ടു സീ ഇറ്റ്. Wow, beautiful. ഇത് തന്നെയാ കണ്ട സാധനം. വേറെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഞാനൊന്ന്, പക്ഷെ ഇതാണ് ഞാൻ ഫസ്റ്റ് എടുത്തിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചത് ഇതായിരുന്നു. അമ്മ അപ്പൊ അങ്ങ് സ്ട്രെസ്ഡ് ആയി പോയല്ലേ? സ്ട്രെസ്ഡ് ആയി പോയി. പിന്നെ നമ്മളങ്ങനെ ഒരു സർപ്രൈസിന്റെ വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ. അത് നമ്മളല്ല, അമ്മ. ഞാനൊരു സർപ്രൈസിന്റെ ആളാണ്. കണ്ണ് കാണാൻ പറ്റുന്നവരാരെങ്കിലും ഈ പരിസരത്തുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. സമയം എന്തായി? സമയം 1 മണി ആവാറായി. ആൻഡ് വി ബെറ്റർ ഗോ ടു സ്ലീപ്പ്. കാരണം വലിയൊരു ലോങ് ഡേ ആണല്ലേ നാളെ. അതങ്ങനെയാ. ബൈ, ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ലോങ് ഡേ, ഇറ്റ്സ് എ ബിഗ് ഡേ. ഓസി ഇന്നലെ ചോദിച്ച പോലെ ഓസിക്ക് ഇപ്പോഴും അറിയില്ലല്ലേ എന്തുകൊണ്ടാണ് ലോങ് ഡേ എന്ന്. അവന്റെ മുഖം നീ മറക്കോ? നിന്റെ മുഖം നിനക്ക് ഞാൻ ഷൂട്ട് ചെയ്ത വിരോധമുണ്ടോ? അവിടെ നോക്കി പറയടാ. ഓക്കേ, ഓമിക്ക് അറിയാലോ നമ്മളിപ്പോ എവിടെയാ പോകുന്നതെന്ന്. യു നോ റൈറ്റ്? അറിയാം. നമുക്ക് പോയാലോ ഷാനി? Look who is almost twinning with me. ഇത് കണ്ടിട്ട് നിങ്ങൾ പറയല്ലേ ഞാൻ അഹാനയുടെ ബിഗ് ഡേ കൊളവാക്കാൻ നോക്കുന്നു. ഞാൻ പറഞ്ഞിട്ട് തന്നെയാ. പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മു എന്റെ ഡ്രസ് അമ്മുവിന്റെ പോലെ ആയിരിക്കും. അമ്മു പറഞ്ഞു I said that's nice. മാറ്റണോ വേണ്ട. എനിക്ക് ഭയങ്കര ഇഷ്ടം ആരെങ്കിലും എന്നെ പോലെ ഡ്രസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് കേട്ടോ. Okay, let's go. Shall we go, Shani? Yes. Are you excited? Yes. What are you excited for? നമ്മൾ പോകുന്ന സ്ഥലത്ത് പോകുന്ന കാര്യത്തിന്. Oh, hello. Hi. ഓക്കെ, ഇനി ഞാൻ ഓവറായിട്ട് ഹൈപ്പ് ചെയ്ത് കൊളവാക്കുന്നില്ല. ഞാനൊരു 1.5 മാസമായിട്ട് ലിറ്ററലി ഐ ഹവ് ബിൻ കൗണ്ടിങ് ഡേയ്സ്. ഓക്കെ വെയിറ്റ്, അതിനു മുമ്പ് എൻ്റെ 30th ബർത്ത്ഡേ, ഈവൻ ദോ 30 ഒരു ഫാൻസി നമ്പർ ആണെങ്കിലും ഞാൻ അങ്ങനെ എക്സൈറ്റഡ് ആയിരുന്നില്ല. ബിക്കോസ് ഐ വാസ് ലൈക്ക് ഓ ഷിറ്റ് 20s കഴിഞ്ഞു, 30. അപ്പോൾ എനിക്കൊരു ഇതില്ലായിരുന്നു. അപ്പം ഞാൻ തന്നെ അമ്മയുടെ റിയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം മറ്റേ ബർത്ത്ഡേ അങ്ങനെ ഒരു ഇതേ എനിക്കില്ല. ഐ ആക്ച്വലി ഡോണ്ട് കെയർ ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ഓക്കെ വോട്ട് എവർ 20s കഴിഞ്ഞു, 30 അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു. ഒരു എക്സൈറ്റ്മെൻറ്റ് ഒന്നുമില്ല. ഐ വാസ് ജസ്റ്റ് ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് ഗോയിങ് ടു ബി അനദർ ഡേ. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. ഒരു ദിവസം ഓഗസ്റ്റിൽ ഞാൻ റാൻഡംലി ഇങ്ങനെ ജിമ്മിൽ നിന്ന് വീട്ടിലോട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഓഗസ്റ്റ് മിഡ് പോലെ ഏതൊരു ദിവസം. അപ്പം ഐ എം ദിസ് പേഴ്സൺ, എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഇൻറ്റ്യൂഷൻ വരണം, ഡു സംതിങ്. ഇന്ന് വന്നാൽ മാത്രമാണ് എനിക്ക് മിക്ക കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ്. ആൻഡ് അങ്ങനെ വരുന്ന ഇൻറ്റ്യൂഷൻസ് മിക്കതും ഞാൻ പിന്നെ അധികം ഒന്നും നോക്കാതെ ഞാൻ അങ്ങ് ചെയ്യും. ഇത്തരം ഇൻറ്റ്യൂഷൻസ് വളരെ റെയറായിട്ടാണ് വരുന്നതും. അപ്പോൾ അന്നിങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ടിരുന്നപ്പം എനിക്കിങ്ങനെ ഒരു തോട്ട് വന്നു, വാട്ട് ഇഫ് എൻ്റെ 30th ബർത്ത്ഡേ അല്ലേ, ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഒരു റാദർ ബിഗ് ഒരു ഗിഫ്റ്റ് കൊടുത്താൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ എനിക്ക് ഇപ്പോൾ 30th ബർത്ത്ഡേ പറ്റി ഇല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് വന്നാലോ. ഞാൻ ഈ പറയുന്ന എല്ലാ തോട്ട്സും എനിക്ക് ഒരേ സമയം കൺസിക്യൂട്ടീവ്ലി എൻ്റെ മൈൻഡിൽ ഞാനിങ്ങനെ കുറവങ്കോണം റോഡിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്നതാണ്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഓക്കെ, ഐ ലൈക്ക് ഡ്രൈവിങ് ആൻഡ് മോസ്റ്റ്ലി ഓൾ ദ ടൈം ഐ ഡ്രൈവ് മൈ സെൽഫ്. ഇന്ന് അർജുനാണ് ഓടിക്കുന്നത്, ബട്ട് അതർവൈസ് ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്ത് എല്ലായിടത്തും പോകുന്നത്. വൈ ഡോണ്ട് ഐ ബൈ എ നൈസ് കാർ?
I mean, the car I was driving has always been a very cute car, but ഒരു ഫാൻസി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാറ് മേടിച്ചാലോ എന്നിങ്ങനെ ഒരു തോട്ട് വന്നു. എനിക്കൊരിക്കലും ഇപ്പോൾ കൊച്ചിലേ തൊട്ട്, അപ്പോൾ ഇന്നിപ്പം ഐ ആം ഗോയിങ് ടു ബൈ എ നൈസ് ക്യൂട്ട് കാർ. പക്ഷേ എനിക്കൊരിക്കലും ഇതൊരു ഡ്രീം കം ട്രൂ ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഒരിക്കലും ഇതിനെപ്പറ്റി സ്വപ്നം കണ്ടിട്ടില്ല. കാരണം നമുക്കൊരു കാര്യത്തെപ്പറ്റി സ്വപ്നം കാണണമെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിഞ്ഞിരിക്കണമല്ലോ. അപ്പം നമുക്ക് ഒന്നുമേ അറിയാത്തൊരു കാര്യത്തെപ്പറ്റി നമ്മൾ സ്വപ്നം കാണത്തില്ലല്ലോ. ഇപ്പം എൻ്റെ വീട്ടിൽ ഇപ്പം അച്ഛൻ നന്നായി ഡ്രൈവ് ചെയ്യും, ഞാൻ ഡ്രൈവ് ചെയ്യും. പക്ഷേ നമ്മളാരും കാർ എൻതൂസിയാസ്റ്റുകളോ, ഇപ്പം ഞാൻ കുഞ്ഞിലേ തൊട്ടേ എൻ്റെ വീട്ടിൽ ഒരു കാറുണ്ടാവും. അല്ലാതെ കാറ് വാങ്ങലൊരു ചടങ്ങോ അല്ലെങ്കിൽ ഇന്ന കാറ് വാങ്ങുന്നു, ഒരു വലിയ കാറ് വാങ്ങുന്നു, ഒരു വില കൂടിയ കാറ്, ഇതൊന്നും ഞാൻ കണ്ടു വളർന്നിട്ടുള്ളൊരു സാധനമല്ല. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റിയൊന്നും കാര്യമായിട്ട് അറിയത്തുമില്ല. ഇതൊന്നും ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുമില്ല. കാർ സെക്ടറിൽ എനിക്ക് ആകെ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വണ്ടി ഓടിക്കാറിയാം. വണ്ടി നന്നാ നല്ല ക്ലീൻ ആയിട്ട് ഓടിക്കാറിയാം. അതുകൊണ്ട് ഇതൊരിക്കലും ഒരു ഡ്രീം കം ട്രൂ അല്ല. ഇതെനിക്കൊരു ഇൻറ്റ്യൂഷനായിട്ട് വന്നതാണ്. ഓക്കെ, വൈ ഡോണ്ട് ഐ ജസ്റ്റ് ഡൂ ദിസ് ഫോർ മൈസെൽഫ് ബിക്കോസ് യു ടേൺ 30 ഓൺലി വൺസ്, റൈറ്റ്? ആ ഒരു ഇൻറ്റ്യൂഷൻ വന്നു. ആ ഒരു ഇൻറ്റ്യൂഷനെ ഞാൻ അങ്ങ് ഫോളോ ചെയ്തു. ആ ഇൻറ്റ്യൂഷൻ വന്ന ഉടനെ ഞാൻ ആദ്യം, അതായത് കുറങ്കോണത്തു നിന്ന് കാറും മരുതും കൂടി എത്തിയപ്പോഴേക്കും ഞാൻ അർജുനെ വിളിച്ചു. കാരണം അർജുൻ ഒരു കാർ എൻതൂസിയാസ്റ്റ് ആണ്. ആദ്യം ഞാൻ അർജുനെ വിളിച്ചിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഐ വാസ് തിങ്കിങ്, യു നോ, ഐൽ ബൈ എ ന്യൂ കാർ, ലൈക്ക് എ നൈസ് ബിഗ് ഫാൻസി കാർ. എൻ്റെ തന്നെ എനിക്ക് കൊടുക്കുന്ന ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. ബിക്കോസ് ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ, മേ ബി ഐ ഡിസേർവ് ഇറ്റ്. അങ്ങനെ അർജുൻ പറഞ്ഞു, ചേച്ചി ഗോ ഫോർ ഇറ്റ്, അത് പൊളിക്കും ചേച്ചി, അത് അടിപൊളിയായിരിക്കും ചേച്ചി എന്നൊക്കെ പറഞ്ഞു. കൂൾ. അത് കഴിഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചത് ദുൽഖറിനാണ്. കാരണം എനിക്ക് എൻ്റെ പരിചയത്തിലുള്ളതിൽ കാറുകളെ പറ്റി ഇത്രയും അറിയാവുന്ന മറ്റൊരാളില്ല. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഇതിനെയൊന്നും പറ്റി അധികം അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഐ ഡോണ്ട് നോ വാട്ട് ഷുഡ് ബി മൈ ഓപ്ഷൻസ്. ഞാൻ ഏതൊക്കെ കാർസ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടാണ് ഒരു ഡിസിഷനിലേക്ക് വരേണ്ടത്, എനിക്കിതൊന്നും അറിയില്ല. എല്ലാം ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ആണ് എനിക്ക്. ദുൽഖറിന് മെസ്സേജ് അയച്ചപ്പോൾ ദുൽഖറാണ് ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ മനസ്സിലുള്ള ബഡ്ജറ്റ്, ദിസ് ഇസ് വാട്ട് ഐ എം എക്സ്പെക്ടിങ് ഫ്രം എ കാർ എന്നൊക്കെ പറഞ്ഞു. അപ്പം ദുൽഖറാണ് എനിക്കൊരു സെറ്റ് ഓഫ് ഓപ്ഷൻസ് തന്നിട്ട് ഹീ സെഡ് ഓക്കെ ദിസ് ഇസ് ദാറ്റ്, ഇതിൻ്റെ നല്ലതാണ് ഇതിൻ്റെ നല്ലതാണ് ഇത് മറ്റത് മറിച്ചത്, ഐ തിങ്ക് യു ഷുഡ് ട്രൈ ദിസ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പെർഫെക്റ്റ് സമ്മറി തന്നു. എന്നിട്ട് അതിലുള്ള കാർസ് എല്ലാം നമ്മൾ വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത്. സോ ആദ്യത്തെ ടെസ്റ്റ് ഡ്രൈവിന് ഞാനും റിയയും അർജുനും കൂടി വന്നു. പിന്നെയുള്ള ടെസ്റ്റ് ഡ്രൈവ്സിന് ഞാനും അർജുനും വന്നു. സോ ദ തിങ് ഈസ്, ഈ കാറ് അച്ഛനും അമ്മയ്ക്കും വരെ ഒരു സർപ്രൈസ് ആണ്. അതായത് അവർക്ക് അറിയാം, ദേ നോ വാട്ട് ഐം ഗോയിങ് ടു ബൈ, അപ്പോൾ ഇതിന് അവരും കണ്ടിട്ടില്ല. ഞാൻ ഫുൾ ഡിസൈഡ് ചെയ്ത് ഏത് വേണം, ഐ എം യൂഷ്വലി ലൈക്ക് ദാറ്റ്. ഞാൻ എല്ലാ റിസർച്ചൊക്കെ ചെയ്ത് കണ്ടുപിടിച്ച് എല്ലാം ഞാൻ മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാൻ അവരോട് പറയും. ആൻഡ് ദെൻ ദേ വിൽ ബി വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. ദാറ്റ്സ് ഹൗ ഇറ്റ് യൂഷ്വലി വർക്ക്സ്. അപ്പോൾ അച്ഛനും അമ്മയും അവർക്കും ആക്ച്വലി കാറ് കാണാൻ എങ്ങനെ ഇരിക്കുമോ ഒന്നും അറിയത്തില്ല. സോ ദാറ്റ്സ് ദ ഡീൽ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഓഗസ്റ്റിൽ ഞാൻ കാർ ബുക്ക് ചെയ്തു. അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു ബർത്ത്ഡേക്ക് എടുക്കുന്ന പോലെ ചെയ്യാം, ജസ്റ്റ് യു നോ ബിൽഡ് എൻ എക്സൈറ്റ്മെൻറ്റ് അറൗണ്ട് ഇറ്റ്. ലെറ്റ് മീ ട്രൈ ആൻഡ് ബിൽഡ് എൻ എക്സൈറ്റ്മെൻറ്റ് അറൗണ്ട് ഇറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങിയ സാധനം റിയലി വർക്ക്ഡ്. കാരണം കഴിഞ്ഞ ഈ ഒരു ഓഗസ്റ്റ് എൻഡിലാണ് ഫൈനലി ബുക്ക് ചെയ്ത് എല്ലാം ചെയ്തത്. അന്ന് തൊട്ട് ഐ ഹവ് ബിൻ കൗണ്ടിങ് ഡേയ്സ്. ഇനി 40 ഡേയ്സ്, ഇനി 30 ഡേയ്സ്, ഇനി ഇത്ര ദിവസം, ഇനി 10 ഡേയ്സ്. ഇനി ഞാൻ ലിറ്ററലി കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ റിയെടുത്ത് പറയും, ഇനി ഞാൻ അടുത്ത ആഴ്ച നിന്നെ ഇങ്ങനെ പിക്ക് ചെയ്യാൻ വരുമ്പോൾ ഞാൻ നമ്മുടെ പുതിയ കാറിലായിരിക്കും അല്ലേ വരുന്നത്, അങ്ങനെയൊക്കെ. സോ ഐ ഹവ് ബിൻ കൗണ്ടിങ് ഡേയ്സ് ബിക്കോസ് ഐ ഗെസ് ഈ ബുക്ക് ചെയ്തൊക്കെ കഴിഞ്ഞപ്പം പിന്നെ എൻ്റെ ഉള്ളിലൊരു എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ പൂത്ത് പന്തലിക്കാൻ തുടങ്ങി. So yeah, we're going to get the car and I did test drive a couple of cars. എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് സോ എനിക്ക് എന്തെങ്കിലും ചുമ്മാ മേടിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കി എനിക്ക് 100% അതിനെപ്പറ്റി എന്ത് തോന്നുന്നു അങ്ങനെയൊക്കെ ഡിസൈഡ് ചെയ്ത് ലൈക്ക് മോസ്റ്റ് തിങ്സ് അങ്ങനെ എല്ലാം നോക്കി വാട്ട് ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഇസ് ദ BMW X5 ആൻഡ് ഇറ്റ്സ് എ ബ്ലാക്ക്. കാരണം എനിക്ക് യൂഷ്വലി ബ്ലാക്ക് ആണ് ഇഷ്ടം കാറിൻ്റെ കാര്യത്തിൽ. So we're going to get the car. Are you excited, guys? അച്ഛനും അമ്മയും അല്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അഗൈൻ അനദർ തിങ്, എനിക്ക് ഇൻറ്റ്യൂഷൻ വന്നപ്പം 30th ബർത്ത്ഡേയിൽ ഒരു എക്സൈറ്റ്മെൻറ്റിന് വേണ്ടി ഒരു കാറ് വാങ്ങാം
ദോ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് തോട്ട്, അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കാൻ എന്നെ ലീഡ് ചെയ്തത് ആ ഒരു തോട്ട് മാത്രമല്ല, ദർ വാസ് വൺ മോർ തോട്ട് ബിഹൈൻഡ് ഇറ്റ്. ഞാൻ വിചാരിച്ചു ഇപ്പോൾ എനിക്കിങ്ങനെ ഫാൻസി കാസിനോടൊന്നും അങ്ങനെ വളരെ വലിയൊരു ഫാൻസി ഒന്നും ഉള്ള ഒരാളൊന്നും അല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം വേണോ, ഐ മീൻ ഇപ്പോൾ കിട്ടിയിട്ട് പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാണ് എന്നൊരു തോട്ട് വന്നു. പക്ഷെ ഇമ്മീഡിയറ്റ്ലി ഞാൻ ചിന്തിച്ചു, ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ മേ ബി ഇത്ര പോലും ചിന്തിക്കാതെയൊക്കെ വെറുതെ ഐ മൈ ജസ്റ്റ് ബൈ എ കാർ, ബൈ എ സിമിലർ കാർ. പക്ഷെ ഞാൻ വിചാരിച്ചു നമ്മുടെ ലൈഫിലൊരു സന്തോഷമുള്ളൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിന് ശരിക്കും ഒരു മീനിങ് വരുന്നത് എപ്പോഴാണ്, ആ സന്തോഷം നമ്മുടെ കൂടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെ സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മുടെ ലവ്ഡ് വൺസ് നമ്മുടെ കൂടെ ഉള്ളപ്പം. എനിക്കങ്ങനെയാണ്. ഐ ഡോണ്ട് നോ ഇഫ് ഐ ഷുഡ് ജനറലൈസ് ദാറ്റ്, ബട്ട് ഫോർ മീ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. എവറിത്തിങ് just feels meaningful and wholesome when I celebrate it with my loved ones. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ചുറ്റിനും നോക്കുമ്പം എൻ്റെ ലവ്ഡ് വൺസ് എല്ലാവരും ഉണ്ട്. they're all standing there ready to celebrate with me and cheer for me. and ലൈഫിൻ്റെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഐ വാസ് തിങ്കിങ് ഒരു 10 വർഷം കഴിയുമ്പം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ ഇങ്ങനെ അല്ലെങ്കിലോ എനിക്കറിയില്ല, അങ്ങനെയൊന്നും ആവരുത്, ഇങ്ങനെ തന്നെ ഇരിക്കണം. പക്ഷെ ആ ഒരു ഫിയർ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇപ്പം അച്ഛൻ, അമ്മ, ഇവരെല്ലാവരും, അപ്പൂപ്പനോ, എവ്രിബഡി ഈസ് ജസ്റ്റ് ദേർ യുനോ. അപ്പം കഴിഞ്ഞൊരു 1.5 മാസമായിട്ട് ഞാൻ മാത്രമല്ല ഇതിനു വേണ്ടി കാത്തിരുന്നത്. there's been so many people, അല്ലേ അർജുൻ? ഇമോഷണൽ ആയി പോയടാ. സോ ഐ ഫെൽറ്റ് എനിക്ക് കാര്യമായിട്ട് തോന്നുന്ന എന്ത് ചെയ്താലും എനിക്ക് എൻ്റെ ആൾക്കാർ എൻ്റെ കൂടെ വേണം. അതാണ് എൻ്റെ പവർ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അധികം ചിന്തിക്കണ്ട, ലെറ്റ്സ് ജസ്റ്റ് ഡു ഇറ്റ്, ഷാൽ വി? എന്നെ കൊണ്ട് കൂടുതൽ സംസാരിക്കില്ല, സൗണ്ട് പോയിരിക്കുക. ശരി, കട്ട് പറ. താങ്ക് യു സോ മച്ച്. വരണം എല്ലാവരും വരണം. നമസ്കാരം. താങ്ക് യു. അച്ഛാ, പുള്ളിയുടെ പേര് കൃഷ്ണകുമാർ. അപ്പം ഞാൻ ആദ്യം ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു പേരെന്തായിരുന്നു? കൃഷ്ണകുമാർ. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ അച്ഛൻ്റെ അതേ പേരാണ്. ഞാൻ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് പേര് വിളിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായി. ചോദിച്ചു വീട്ടിലെല്ലാവരും എന്താ വിളിക്കുക? കേക്ക്. ഞാൻ പറഞ്ഞു അയ്യോ അത്. അപ്പം പുള്ളി പറഞ്ഞു പക്ഷേ എൻ്റെ വൈഫ് ഹൗസിലൊക്കെ എന്നെ കിച്ചു എന്നാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ പേരും അത് തന്നെയാണ്. അതിലാണ് നമ്മൾ സിക്കായത്. ഞെട്ടുവോ? അത് പൊളിച്ചു. ഇഷാനി കൊള്ളാല്ലേ? നമ്മുടെ വീട്ടിൽ ഇങ്ങനൊരു സ്ക്രീൻ സെറ്റ് നമുക്ക് നമ്മുടെ ഫോട്ടോസ് ഇട്ട് ഒളിഞ്ഞ് കിടക്കുവാണ് അവിടെ ഒരാള്. താങ്ക് യു. അപ്പം പഠിക്കും. ഹാപ്പി ബർത്ത്ഡേ. Happy birthday to you. Happy birthday to you. Happy birthday dear Ammu. Happy birthday to you. ഞാൻ തന്നെ അങ്ങ് It's very tasty. ചേട്ടേ ഓക്കെ താങ്ക് യു സോ മച്ച്. ഓക്കെ പുള്ളിയേട്ടെ ഒരുമിച്ച് ചെയ്യാം. ഓ വാവ്, പൊളിച്ചു, ഞെട്ടിപ്പോയി. ഇനി വേണം ഒന്ന് ചുറ്റി നടന്ന് കാണാൻ.
ഫസ്റ്റ് ഡ്രൈവ്. നമ്മുടെ പരിചയത്തിലെ നമ്മുടെ വീട്ടിലെ ഏറ്റവും മികച്ച ഡ്രൈവർ എന്ന് നമ്മളെല്ലാവരും സമ്മതിക്കുന്ന ആളാണ് വണ്ടി ആദ്യമായിട്ട് ഓടിക്കുന്നത്. എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? Say thank you because these are all achievements in life. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വാഹനം സ്വന്തമാക്കാൻ നമുക്കൊരു ഭാഗ്യം കിട്ടി. ആ വണ്ടി ആദ്യം തന്നെ എനിക്ക് ഓടിക്കാൻ തന്നു. താങ്ക് യു. അച്ഛനച്ഛൻ്റെ എത്ര വണ്ടികൾ എനിക്ക് ഓടിക്കാൻ തന്നു. ഞാൻ എവിടെയൊക്കെ കൊണ്ടിരിക്കുമ്പോഴും അമ്മ മറ്റേ നവംബർ അച്ഛനല്ലേ പറയുന്നേ, വണ്ടി ആയാൽ തട്ടും മുട്ടും. അതാണ് എന്റെ ഇപ്പോഴും ഉള്ള, ഈ കാർ മേടിച്ചപ്പോഴും ഉള്ള ഒരു ഫിലോസഫി. വണ്ടി ആയാൽ തട്ടും മുട്ടും. തട്ടുന്ന മാത്രമല്ല, എപ്പോഴും വേറെ കാര്യം ഇപ്പോഴും ആലോചിക്കണം. നമ്മുടെ വണ്ടിയിൽ കൊണ്ട് ഒരാൾ തട്ടിയാൽ പോലും ഇറങ്ങുക, ചിരിക്കുക, അവർക്ക് എന്തെങ്കിലും പറ്റിയോന്ന് ചോദിക്കുക. ഇറ്റ്സ് देयर മിസ്റ്റേക്ക് ഓൾസോ അല്ല, ക്ഷമിക്കാൻ പഠിക്കുക. എപ്പോഴും അതാണ് നല്ലത്. കാരണം എന്നറിയോ, ആരും മനപ്പുറം കൊണ്ട് ഇരിക്കുന്നതല്ലോ, അവർക്ക് കയ്യബദ്ധം പറ്റി. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ കാറുകളും വണ്ടികളും ഇൻഷുർഡ് ആണ്. നമ്മൾ വെറുതെ ഒരു വലിയ വഴക്കിനൊന്നും പോയിട്ട് കാര്യമില്ല. അന്നേരം ഒരു വാശിക്ക് എവിടെ നോക്കണം വണ്ടി ഓടിക്കുന്നൊക്കെ ചോദിച്ച് നമ്മൾ ഉടക്കിയിട്ടുണ്ട്. പിന്നീട് പ്രായവും പക്വതയും വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇറ്റ്സ് റോങ്. ശരി, എനിക്ക് നിനക്കൊക്കെ പ്രായവും പക്വതയും വന്നോ? ശരി, are you excited to drive this car? ആണ്. പിന്നെ സ്ട്രെസ് ഉണ്ട്, എന്താന്ന് പറയില്ല, പക്ഷെ എക്സൈറ്റ്മെന്റും ഉണ്ട്. കാരണം എനിക്ക് ഇപ്പോഴും ഗിയറിന്റെ ഒന്നും ഇത് മനസ്സിലായിട്ടില്ല. സിമ്പിൾ ആടാ, ഒന്നും ചെയ്യാനില്ലടാ. ആണ്, എന്നാലും അവിടെ ഇരിക്കുമ്പോ എന്താ ഒന്നും ചെയ്യാനില്ലെങ്കിലും എന്താ ചെയ്യേണ്ടത്? ചീർപ്പാൻ പറ്റുന്ന റോഡ് കിട്ടുന്നില്ലല്ലേ? അതാണ് ഞാൻ ഇങ്ങനെ കിട്ടാൻ പോകുന്നില്ല. ഇങ്ങനെയാണ്. ചിലപ്പോ കുറച്ച് കിട്ടും. പിന്നുണ്ടല്ലോ, ഇത് ചീരിപ്പതിനേക്കാളൊക്കെ നല്ല കംഫർട്ടബിൾ. ഇങ്ങനെ പതുക്കെ ഓടിച്ചു പോകാം. ആൾക്കാർ എത്രയായാലും ഇതുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളാണല്ലോ നല്ലൊരു വണ്ടി ഓടിക്കണം പറ്റും. അപ്പോൾ എന്താ വെച്ചാൽ സോഫ്റ്റ് ആൻഡ് സേഫ് ആയിട്ട് പോവുക, വളരെ സ്ലോ ആയിട്ട്. കാരണം സ്പീഡിൽ എടുക്കാൻ പറ്റുന്ന റോഡുകൾ വരും. അതിനുള്ള ഹൈവേ നമ്മുടെ കേരളത്തിലായിട്ടില്ല. ഞാൻ പണ്ട് കൊച്ചായിരിക്കുന്ന സമയത്ത് എനിക്ക് സ്പീഡ് ഭയങ്കര പേടിയാണ്. നമ്മള് ഡിന്നറൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ എനിക്ക് ഹൻസിക ആ സമയത്തുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. ഇഷാനിയും ഓസിയും ഇവിടെ എണീറ്റ് നിന്നിട്ട് മറ്റേ ഈ സ്പീഡ് പോകും. അപ്പൊ ഞാൻ മറ്റേ അയ്യോ പോലെ എനിക്ക് പേടിയാണ്. എനിക്ക് എന്തോ ഒരു ഭയങ്കര പേടി തോന്നും. കൊച്ചിലെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അച്ഛൻ സ്പീഡിൽ വണ്ടി ഓടിക്കുമ്പോ. പക്ഷെ അച്ഛൻ വണ്ടി ഓടിക്കുമ്പോൾ നല്ല കൺട്രോൾ ആണെന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു വൈബ് ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഇന്നിപ്പോ എന്താ പരിപാടി? ഇന്ന് തിരിച്ച് ഇന്ന് പരിപാടികളേ ഉള്ളൂ. പരിപാടികളുടെ ഘോഷയാത്രയാണെന്ന്. മെയിൻ പരിപാടി ഇതായിരുന്നു. എങ്ങനെയല്ലേ ഷാനി, ഒരു എക്സൈറ്റ്മെന്റും ഇല്ലാത്ത ഒരു ബർത്ത്ഡേനെ ഇത്രയും ഓവർഡൂ ചെയ്തു. അല്ല, ഞാൻ പറയായിരുന്നു, നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്ന നമ്മുടെ ആൾക്കാർ കൂടെ ഉള്ളപ്പോൾ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. Absolutely. ഇതൊന്നും നമ്മുടെ മെറിറ്റ് അല്ല. ഇറ്റ്സ് ഓൾ ജസ്റ്റ് എ ബ്ലെസ്സിങ്. ഈ ബ്ലെസ്സിങ് ഒക്കെ ഇല്ലാതായി പോകാനും അധികം സമയമൊന്നും വേണ്ട. പിന്നെ നമ്മള് ഇല്ലാത്തത് കണ്ടിട്ടുള്ളത് കൊണ്ട് ഉള്ളത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ എപ്പോഴും. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ എപ്പോഴും മുകളിലോട്ട് തന്നെ നോക്കണം, മുകളിലോട്ട് തന്നെ സംസാരിക്കണം. Yeah, that's true. പക്ഷെ വാട്ട് ഐ എം സേയിങ് ഇസ് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി റിയാലിറ്റി ഉണ്ടല്ലോ. അതായത് ഇതിപ്പോ ഉണ്ടെന്ന് വെച്ച് നമ്മൾ ആരും വളരെ വലിയ സംഭവങ്ങളോ ഒന്നുമല്ല. ജസ്റ്റ് ലൈക്ക് ECG, when a human being is alive, ECG എങ്ങനെ പോകുന്നത്? അപ്പ് ആൻഡ് ഡൗൺ ആണ്. സ്ട്രൈറ്റ് ആയി കഴിഞ്ഞാൽ he is gone. അതുകൊണ്ട് കുറച്ച് വർഷങ്ങളായിട്ട് God has been extremely kind, touch wood, and good things are happening. And എപ്പോഴും God was so kind to us. Always. കാരണം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ തന്നെ ഇഷ്യൂയിൽ നിന്ന് നമുക്ക് പ്രോബ്ലത്തിന്റെ കൂടെ സൊല്യൂഷൻ എപ്പോഴും സൊല്യൂഷൻ വാസ് ദേർ ഓൾവേസ്. അപ്പൊ ഇന്നത്തെ ദിവസം ഇനി എനിക്ക് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് ഇത് മോർണിംഗിന്റെ ഗെറ്റപ്പ് ആയിരുന്നു. ഇനി ഒരു ഗെറ്റപ്പ് ചേഞ്ച് ഞാൻ മറ്റേ ഇന്നത്തെ ദിവസം എക്സൈറ്റിംഗ് ആക്കാൻ വേണ്ടി പ്ലാൻഡ്. എന്റെ അത് അമ്മൂന്റെ ഫിഗറിനെ നല്ല കോംപ്ലിമെന്റ് ചെയ്യുന്ന ഭയങ്കര അടിപൊളിയായിരുന്നു.
പറഞ്ഞ സ്ഥിതിക്ക് ഇഷാനിയെ പറ്റിയും പുകഴ്ത്തണം. ഇഷാനി പിന്നെ എന്നും ലുക്ക് ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റില്ല. ഞാനാണല്ലോ ഒട്ടും യൂഷ്വലി ഡോണ്ട് ടേക്ക് എൻ എഫേർട്ട് ടു ഡ്രസ് അപ്പ്. സോ വെൻ ഐ ടേക്ക് എൻ എഫേർട്ട്, ഞാൻ ഈ ടോപ്പ് ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്ത് ഞാനൊരു ഈ കാറ് ബുക്ക് ചെയ്ത ഉടനെ ഞാൻ എന്റെ മനസ്സിലൊരു ലുക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഐ വോണ്ട് ടു ലുക്ക് ലൈക്ക് ദിസ്. കാരണം ഞാൻ ഒരിക്കലും ഐ നെവർ വെയർ ഹീൽസ് ആൻഡ് ഓൾ. ഐ ജസ്റ്റ് ഫൈൻഡ് ഇറ്റ് വെരി അൺകംഫർട്ടബിൾ. അതുകൊണ്ട് ഇന്ന് എക്സ്ട്രാ ചെരുപ്പും കാറി വെച്ചിട്ടാണ് ഞാൻ വന്നത്. നീങ്ങാനും അപ്പൊ ഞാനിങ്ങനെ തപ്പി തപ്പി കൊച്ചി പോയപ്പോ ഈ ടോപ്പ് മേടിച്ചു. എന്നിട്ട് ഞാൻ കൊണ്ടുപോയി പാന്റ് തയ്പ്പിച്ചു. I looked like the car. പക്ഷെ പിന്നെ ഒരു കാര്യം റിയ പറഞ്ഞപ്പോഴും ഞാൻ ശ്രദ്ധിച്ചത്, this is a blue black car. ആണ് കാർബൺ ബ്ലാക്ക് എന്ന പേര്. ചെറിയൊരു tinge of blue ഉണ്ട്, ലൈക്ക് 97% നമ്മൾ ഫോട്ടോ ഇതിൽ എടുത്തു കഴിഞ്ഞാൽ tinge of blue ഉണ്ട്. അതാണ് എന്റെ ഒരു ബ്യൂട്ടി. അച്ഛന്റെ ഫേവറേറ്റ് കളേഴ്സ് ബ്ലാക്കും ബ്ലൂ അല്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കോവളമൊക്കെ പോവാമോ? അമ്മ ഈ കാർ ഓടിച്ച് കാണണം എന്നാണ് എന്റെ ഒരു എന്താ ഇത് ഓടിക്കാൻ വളരെ എളുപ്പമാണ്. ഇതോടിക്കാൻ ഞാൻ ഓടിക്കും ഒരു ദിവസം. ഒരു ദിവസം എന്ന് പറയുന്നത് ബി സ്പെസിഫിക്. അടുത്ത ബുധനാഴ്ച അല്ല, എന്റെ ബർത്ത്ഡേക്ക് ഒത്തിരി അങ്ങനെയല്ല, ഹൻസിക എന്തായാലും പഠിക്കുമല്ലോ. ഹൻസുന്റെ അവളുടെ കൂടെ ഞാൻ ക്രാഷ് കോഴ്സിന് പോകും. എന്നിട്ട് അമ്മ ഇതിലൊരു ഒരു ഹർത്താൽ ദിവസം അമ്മ ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്ത് ശാസ്ത്രം ഹർത്താൽ ദിവസം ഓടിച്ചാൽ മതി, വഴിയിൽ ഒറ്റ വണ്ടി കാണും. അല്ലെങ്കിൽ നമുക്ക് ഹർത്താൽ പ്രഖ്യാപിക്കാം. അപ്പൊ ഇനി വീട്ടിൽ പോയി പടപടപടപടന്ന് റെഡിയായി ഞാൻ എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകും. അയ്യോടാ, നമ്മുടെ ആള് വന്നു കാണാൻ. ശരി, ഓമി ഡസ് നോട്ട് ഗിവ് എ ഡാം. ഓമി ഡസന്റ് കെയർ. എനിക്ക് എന്റെ അമ്മയുടെ വണ്ടിയാ ഇഷ്ടം. എനിക്ക് ഓമി ഓൺ ബോർഡ് വണ്ടിയാണ് ഇഷ്ടം. അല്ലേ മക്കളെ? Hey dear, what are your thoughts? amazing. Aura. Are you mesmerized? Yeah, Yay! it looks fab and I can feel that it's a very You want to nice go car. in it? Are you excited for me to drop you to college? Are you excited for me to drop you to LKG? Play school? Okay, so we're on the way to my birthday party. So ഇതൊക്കെ എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ബർത്ത്ഡേ പാർട്ടിക്ക് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പോകുന്നത്. സോ അഗൈൻ ഇതൊന്നും പ്ലാനിലില്ലായിരുന്നു. കാറ് വാങ്ങുക അത് മാത്രമായിരുന്നു ആദ്യത്തെ പ്ലാൻ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം സോ വി ഗോയിങ് ടു ഓബൈ താമര. അവിടെയാണ് നമ്മളിത് ചെയ്യുന്നത്. സോ താമരയിൽ വിപിൻ എന്ന് പറയുന്ന ദ ജനറൽ മാനേജേഴ്സ്, ഹീസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. പുള്ളിയായിട്ട് ഒരു ദിവസം ഞാൻ വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം പുള്ളി ഇങ്ങനെ, അപ്പം താമരയിൽ റൂഫ് ടോപ്പിൽ പുതിയൊരു റെസ്റ്റോറൻറ്റ് ഓപ്പണായി കഴിഞ്ഞ വർഷം, ടേക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റെസ്റ്റോറൻ്റ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ ഐ ലവ്ഡ് ഇറ്റ്. നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ ഓണം പരിപാടി അവിടെയാണ് നടത്തിയത്. ഇൻഡോർ സ്പേസ് ഉണ്ട്, വെളിയിലൊരു ഔട്ട്ഡോർ സ്പേസ് ഉണ്ട്, റൂഫ് ടോപ്പിൽ ഭയങ്കര വൈബാണ്. അപ്പം വിപിൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അവിടെ നമ്മളിങ്ങനെ ഇവൻസിനൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഐ വാസ് ലൈക്ക് ഓക്കെ. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, വൈ ഡോണ്ട് യു ഡു യുവർ 30th ബർത്ത്ഡേ ഹിയർ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ആലോചിച്ച് ഐ സ്റ്റാർട്ടഡ് planning this whole party for myself, and then I realized that എനിക്ക് വേണ്ടി ഒരു പാർട്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള തോട്ട് എനിക്ക് വന്നില്ല. കാരണം കുറേ വർഷങ്ങളായിട്ട് എത്രയോ കലാപരിപാടികൾ നടക്കുന്നുണ്ടല്ലോ. പക്ഷെ പെട്ടെന്ന് ഞാൻ റിയലൈസ് ചെയ്തേ, ഇത്രയും നാളായിട്ട് നടത്തിയിട്ടുള്ള ഫങ്ഷൻസ് ഓർ ഇവൻറ്റ്സ് ഒന്നും എൻ്റെതായിരുന്നില്ല. ഞാനായിരുന്നു എല്ലാം നടത്തുന്നതിലെ ചിലപ്പോൾ വൺ ഓഫ് ദ മെയിൻ പാർട്ടിസിപ്പൻസ്. സോ ഐ ജസ്റ്റ് എന്താ പറയുക, അസ്യൂംഡ് ദാറ്റ് ഇറ്റ് വാസ് മൈ പരിപാടി. പക്ഷെ ആലോചിച്ച് നോക്കിയപ്പം എനിക്ക് വേണ്ടി അങ്ങനെ ഒന്നും ആക്ച്വലി ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടില്ല. ആൻഡ് വെൻ ഐ തോട്ട് അബൌട്ട് ഇറ്റ്, ദ ലാസ്റ്റ് ടൈം വെൻ ഐ ഹാഡ് എ ബർത്ത്ഡേ പാർട്ടി, ലൈക്ക് പാർട്ടി ഹാപ്പനിങ് ഫോർ മൈ സെൽഫ് വാസ് 20 years ago for my 10th birthday party. Happy birthday to
അതിങ്ങനെ റിയലൈസ് ആയപ്പോൾ ഐ വാസ് ലൈക്ക് ഓ യാ ദാറ്റ് വാസ് ഓൾസോ എ ഷെയർഡ് ബർത്ത്ഡേ പാർട്ടി. കാരണം എൻ്റെ 10th ബർത്ത്ഡേയുടെ അന്നായിരുന്നു ഇഷാനിയുടെ 5th ബർത്ത്ഡേ. ബട്ട് ദാറ്റ്സ് ഫൈൻ. ഐ മീൻ ഐ സ്റ്റിൽ ഫെൽറ്റ് ഓഫ് കോഴ്സ് വെരി സ്പെഷ്യൽ. പക്ഷെ എന്നും വെച്ച് പിന്നെയുള്ള ഒരു ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നുമല്ല. വീട്ടിൽ കേക്ക് വാങ്ങി കട്ട് ചെയ്യും, അല്ലെങ്കിൽ സ്കൂൾ ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകും, അല്ലെങ്കിൽ കോളേജ് ഫ്രണ്ട്സായിട്ട് പുറത്തു പോകും, അങ്ങനത്തെ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഹാള് ബുക്ക് ചെയ്ത് ഡെക്കോർ ചെയ്ത് പ്ലാൻ ചെയ്ത് റിട്ടേൺ ഗിഫ്റ്റ് അത് ഇത് മറ്റത് മറിച്ചതെന്നും പറഞ്ഞ് ഞാൻ കഴിഞ്ഞൊരു 1 month ആയിട്ട്, ആൻഡ് ഓഫ് കോഴ്സ് എല്ലാവരുടെയും പരിപാടി പ്ലാൻ ചെയ്യുന്ന ആളാവുമ്പോൾ പിന്നെ സ്വന്തം പരിപാടി സ്വന്തമായിട്ട് തന്നെ ആയിരിക്കുമല്ലോ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടി സ്വന്തമായിട്ട് റൈറ്റ് ഫ്രം ദ സ്മോളസ്റ്റ് ഡീറ്റെയിൽ ടു ദ ബിഗ്ഗസ്റ്റ് ഡീറ്റെയിൽസ് എവറി ലിറ്റിൽ ആസ്പെക്ട് പ്ലാൻ ചെയ്ത് ഐ ഹാവ് പ്ലാൻഡ് ആൻ എൻറ്റയർ ബർത്ത്ഡേ പാർട്ടി ഫോർ മൈ സെൽഫ്. ആൻഡ് എൻ്റെ ഈ ഫുൾ പ്ലാനിങ്ങിൽ എനിക്ക് എല്ലാ ഇൻഫർമേഷനും എൻ്റെ തലയിൽ മാത്രം വെക്കേണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ 2 കമ്പാനിയൻസ് ആയിട്ട് ഞാൻ ഇഷാനിയും റിയേനെ അപ്പോയിൻറ്റ് ചെയ്തു. ബിക്കോസ് ഐ വാണ്ടഡ് സംബഡി എൽസ് ഓൾസോ ടു ബി അവെയർ ദാറ്റ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ 20 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് നടക്കുന്ന ഒരു ബർത്ത്ഡേ പാർട്ടി വിച്ച് ഇസ് കംപ്ലീറ്റ്ലി ഡിസൈൻഡ് ആൻഡ് പ്ലാൻഡ് ബൈ മീ. നമ്മൾ അങ്ങോട്ടാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. Okay, ready. Va, പോവാം. I've curled my hair and drawn my eyes and I'm ready for a party. Va. Okay, listen, I have a question for you. So, what are you most grateful for in your 20s? അതായത് ഞാൻ 20s എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളിൽ ഞാൻ ഏറ്റവും ഗ്രേറ്റ്ഫുൾ എന്താണോ? Oh wow, that's a deep question. What am I most grateful for in my 20s? Lot of things, like a lot of things. ആദ്യം തന്നെ ഞാൻ എന്നെപ്പറ്റി നല്ല സെൽഫ് അവെയർ ആണ്. എനിക്ക് എന്നെ നല്ല പരിചയമുണ്ട്. That is something I'm extremely grateful for. Like I think I've found not all of myself, because I've definitely got a lot more to explore about myself, but I've been able to find out a lot of things about me, and I'm my best friend. So that's one thing. Pinne, as I step out of my 20s into my 30s, I have my loved ones with me. That is something I'm extremely grateful for. I have all my loved ones with me. ഞാൻ fully responsible for myself ആണ്. ഞാൻ what I spend for myself, what I spend for others, I take care of myself. അത് ഞാൻ വളരെ I take care of myself എന്ന് പറഞ്ഞാൽ എന്നെ ഇമോഷണലി എന്നെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ഐ കെൻ നെവർ ഡു ദാറ്റ് അലോൺ. പക്ഷേ ഇൻ ദി അതർ തിങ്സ് ഞാൻ എന്നെ സ്വയം കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകുന്ന ഒരാളാണ്. ദാറ്റ്സ് സംതിങ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ അബൌട്ട്. I have been able to build meaningful relationships, so many meaningful relationships in my life. അതായത് ഞാൻ ഇങ്ങനെ വിളിച്ചാൽ എനിക്ക് വേണ്ടി ഓടി വരുമെന്ന് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന 1-2 അല്ല. There's so many names, so many people, so many faces that come to my mind as I say this. So I've been able to build, beautiful, meaningful relationships. I've been able to find love. I've been able to buy my house. I've been able to buy a nice car. എനിക്ക് ഒരുപാടെന്ന് പറഞ്ഞാൽ കുറച്ചധികമൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. I've been able to see the world a little bit. പിന്നെന്താണ്, I go to sleep peacefully every night. I think that is also something I am definitely very grateful for. പിന്നെ എനിക്ക് തോന്നുന്നു, I think the last thing I'm most grateful for is that എനിക്ക് എൻ്റേതായിട്ടുള്ള കുറേ ഡ്രീംസ് ഐ ബിൻ ഏബിൾ ടു മേക്ക് ഇറ്റ് കം ട്രൂ. പക്ഷേ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ കുറച്ച് നാൾ മുമ്പ് എന്നോട് പറഞ്ഞു, ഡു യു നോ സംതിങ്, യുവ് നോട്ട് ജസ്റ്റ് മെയ്ഡ് യുവർ ഡ്രീംസ് കം ട്രൂ, ബട്ട് യുവ് ഓൾസോ മെയ്ഡ് ദ ഡ്രീംസ് ഓഫ് യുവർ ലവ്ഡ് വൺസ് കം ട്രൂ. സോ ദാറ്റ്
that is something I felt very touched when I heard that. So I think that finally is what I feel extremely grateful for in my 20s. പിന്നെ ഇപ്പോഴും എൻ്റെ ലൈഫിൽ ഇനിയും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ബാക്കിയെല്ലാം ഇപ്പം എൻ്റെ ലൈഫിലുണ്ട്. ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരൊറ്റ സാധനമാണ് ഇനിയും എൻ്റെ ലൈഫിൽ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുന്നത്. ദാറ്റ് ഇസ് ഓഫ് കോഴ്സ് വിച്ച് യു മൈറ്റ് നോ. ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്ന ഒരേ ഒരു കാര്യമാണ് ഗെറ്റിംഗ് ടു ഡു ഗ്രേറ്റ് ഫിലിംസ്. സോ ആ ഒരു സാധനമാണ് എൻ്റെ ലൈഫിൽ ഇപ്പോഴും ഒരു പെൻഡിങ്. ബട്ട് ദെൻ ഐ ഹാവ് ദിസ് സ്ട്രോങ് വെരി സ്ട്രോങ് ഗട്ട് ഫീലിംഗ് ദാറ്റ് എൻ്റെ 30s എൻ്റെ ആ ഒരു സ്വപ്നം പൂവണിയാൻ പോകുന്നതെന്ന്. So yeah, did I answer your question well? Shall we go for the party? Excited. Come. ഞാൻ നിങ്ങൾക്ക് എൻ്റെ പാർട്ടിയുടെ റൂം ടൂർ തരാം. ലൈക്ക് പാർട്ടി ടൂർ. കം. സോ അഹാന is 30. ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്ത എൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക്. സോ അഗൈൻ I planned it also. റിയ നേരത്തെ ചോദിച്ച വാട്ട് ആം ഐ മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ അബൌട്ട് മൈ 30s ഇതിൽ ഒരു പോയിന്റ് ഞാൻ പറയാൻ മറന്നേ. ഐ ഹാവ് ആക്ച്വലി ലേൺഡ് ടു സെലിബ്രേറ്റ് മൈസെൽഫ്. മറ്റാരെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യും, പക്ഷെ മറ്റൊരാൾ അത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്നെ തന്നെ സെലിബ്രേറ്റ് ചെയ്താണ് എൻ്റെ ഒരു ശീലം. സോ ദിസ് ഇസ് എവറിതിങ്. സോ ഐ വിൽ സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. ദീസ് ആർ ബേസിക്കലി റിട്ടേൺ ഗിഫ്റ്റ്സ്. അതായത് പാർട്ടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പം ഐ ഹവ് മെയ്ഡ് ലൈക്ക് എ നൈസ് കളർ തീംഡ് റിട്ടേൺ ഗിഫ്റ്റ്. സോ ഇന്ന് നമ്മുടെ കളർ തീം എല്ലാം ഷെയ്ഡ്സും ഗ്രീൻ ആണ്. അപ്പം ഞാൻ ഗ്രീൻ ഡ്രസ്സിലും ബാക്കി എല്ലാവരും വൈറ്റിലാണ് വരുന്നത്. ആൻഡ് ദീസ് ആർ ഓൾ ജസ്റ്റ് എലിമെന്റ്സ്. ദിസ് ഇസ് ലൈക്ക് വെൽക്കം ഡ്രിങ്ക്. ആൻഡ് ഇത് ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് ഡെക്കോർ ചെയ്ത കുട്ടിയെടുത്ത് പറഞ്ഞതാണ്. ഐ വാണ്ടഡ് എ ഗ്ലാസ് ജാർ വിത്ത് ഫെയറി ലൈറ്റ്സ് ആൻഡ് ഓൾ ഓഫ് ദീസ് തിങ്സ്. സോ ഇവിടെ മൊത്തം എലിമെന്റ്സ് ആയിട്ട് ഇതുണ്ട്. ആൻഡ് yeah, this is the whole space. That's the backdrop. And that's my age. And that's my cake. And that's my DJ. Hi, Akhil. And ഇനി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ സ്ഥലം ഇത്രയും ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് സ്പേസും ഉണ്ട്. And then there is this gorgeous outside space. So നമ്മൾ ഡിന്നർ അവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെ മൊത്തം ചില്ല് ചെയ്തിട്ട് നമ്മൾ ഡിന്നർ പുറത്തുനിന്ന് കഴിക്കും. ഐ റിയലി ഹോപ്പ് ഇറ്റ് ഡസൻറ്റ് റെയിൻ. കാരണം രാവിലെ നല്ല മഴയായിരുന്നു. ഇന്നത്തെ വെതർ ഫോർകാസ്റ്റ് മഴ എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇപ്പൊ ഭാഗ്യത്തിന് വെയിൽ വന്നിട്ടുണ്ട്. ലുക്ക് അറ്റ് ദിസ് സ്പേസ്. ഐ മീൻ യു നോ ഹൗ ഒബ്സെസ്ഡ് ഐ ആം വിത്ത് ഔട്ട്ഡോർ സ്പേസസ്. അപ്പൊ നമുക്ക് അകത്ത് ചില്ല് ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ട്, എന്നിട്ട് നമ്മൾ പുറത്ത് വന്ന് ചില്ല് ചെയ്യും. സോ യാ, അടിപൊളിയല്ലേ? കുറേ വർഷം കഴിഞ്ഞൊക്കെ ഇവിടെ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ പിള്ളേരോട് പറയായിരിക്കും, ദേ ഇവിടെ വെച്ചാണ് ഞാൻ എൻ്റെ 30th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തതെന്ന്. ഐ ഹോപ്പ് വി ഗെറ്റ് എ നൈസ് സൺസെറ്റ് ദോ. സോ അതാണ് നമ്മുടെ പാർട്ടി ടൂർ. Thank you, by Tamara, for making a space like this because it's so beautiful and so positive. അപ്പോൾ ഇനി വരൂ നമുക്ക് the party. എൻ്റെ പരിചയക്കാരെന്ന് പറഞ്ഞാൽ എൻ്റെ കുറച്ച് ക്ലോസ് ആൾക്കാരായിരുന്നു വരുന്നത്. They've all been making fun of me. കാരണം ഞാനിതങ്ങ് പ്ലാൻ ചെയ്ത് അവരുടെയൊക്കെ ജീവിതത്തിൽ ഇതൊരു ഭയങ്കര പ്ലാൻ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇതിനെ വിളിക്കുന്നത് തന്നെ ദ പാർട്ടി ഓഫ് ദ ഇയർ എന്നാണ്. ഇതിൻ്റെ ഒരു നിങ്ങൾ ട്വിൻസ് ആണ്. അമ്മയൊക്കെ ജിമ്മിന്റെ ട്രെയിനേഴ്സ് ആവുമ്പോ അവര് തരുന്ന ഗിഫ്റ്റ് തന്നെ ഒരു ജിമ്മത്തം ഉണ്ടാവും. നന്ദി, നമസ്കാരം. താങ്ക് യു. ഹലോ.
Welcome to the party! Good evening. Thank you all for coming here. Good evening, guys. It's Ahaana's 30th birthday celebration. So Ishani and I'm really thrilled to be here, standing in front of all of you. കാര്യം എന്താണെന്ന് വെച്ചാൽ അഹാനയുടെ ലൈഫിലുള്ള ഏറ്റവും കൂടുതൽ ക്രൗഡിന്റെ ഇടയിൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത രണ്ടാൾക്കാരാണ് ഞാൻ ഇഷാനി. So she came and told us, you guys have to do this for me because for once I don't want to be the person in front and talking. So we decided to do this for her birthday. Thank you. So basically ഇന്നത്തെ ഒരു fun chill day ആണ്. I think everyone over here are people who are very special to Ahaana. So I would like to thank all of you for being a very special person in her life, because of which we are all gathered here to celebrate her. So I'm pretty sure each person will have something to tell about Ammu, like something that she would have done to make her feel special. ജീവിതത്തിലെ ഒരു പ്രത്യേക ഒരു അസുലഭമായ ഒരു അവസരമാണ് ഇന്നത്തെ ദിവസം. കാരണം വെച്ച് കഴിഞ്ഞാൽ 30 വയസ്സ് ആണ് അഹാനെ എന്നോട് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, എനിക്കും ഇന്ന് 30 വയസ്സാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് 30 വയസ്സ് തികയുന്ന ഒരു ദിവസമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അഹാനയ്ക്ക് അഹാനയുടെ 30th ബർത്ത്ഡേ. അഹാന ജനിക്കുന്നത് വരെ ഞാൻ സിന്ധുവിൻ്റെ ഭർത്താവായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഒരു അച്ഛൻ ജനിക്കുന്നത്. സോ എന്നിലെ അച്ഛന് 30 വയസ്സ്, അഹാനയ്ക്കും 30 വയസ്സ്. സോ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് 30th ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്, എന്നിലെ അച്ഛനും അഹാനയും തമ്മിൽ. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ, ഒരു റെയർ ഒക്കേഷൻ. അതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു നമുക്ക് രണ്ടുപേർക്ക്. അതുകൊണ്ട് ദൈവമായിട്ട് അവർക്ക് 4 മക്കളെ തന്നു. പണ്ട് നമ്മൾ അവരുടെ തണലിൽ നിന്ന് വിചാരിച്ചെങ്കിലും ഇന്നിപ്പോൾ അവരുടെ തണലിൽ ഞാനിങ്ങനെ സുഖലോലുപനായി ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിവേ, സന്തോഷം. താങ്ക് യു സോ മച്ച്. ദൈവത്തിന് നന്ദി. പിന്നെ ഇവിടെ വന്ന ഓരോരുത്തർക്കും എല്ലാവരും തിരക്കുള്ളവരാണ്. എന്തൊരു സമയം കണ്ടെത്തി, അതും പറയുന്നത് വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് വരണം എന്ന് പറഞ്ഞു. അതൊക്കെ തപ്പിയെടുത്ത് ഞാൻ നോക്കിയപ്പോൾ നമ്മളിത് സ്ഥിരം പരിപാടി, ഇവിടെ വിട്ട് ഡൽഹി പോയി ഇത് വിട്ട് തന്നെ നടക്കുന്നത്. അപ്പോൾ അതിലൊരെണ്ണം ഇങ്ങനെ എടുത്തിങ്ങി ഇറങ്ങി. എനിവേ, താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. താങ്ക് യു അമ്മു, താങ്ക് യു സിന്ധു, ഇങ്ങനെ നല്ലൊരു കൊച്ചിനെ പ്രസവിച്ചതിന്. Next, Sindhu aunty. Chess number 2. Mic വേണമെങ്കിൽ അങ്ങോട്ട് തരാം. മൈക്കില് അതാ ഒരു സ്പോട്ട് ലൈറ്റ്. അല്ല, എനിക്ക് ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കാൻ ഭയങ്കര ചമ്മലാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഞാനും ഒരു മൊബൈലും ആണെങ്കിൽ കുറേ സംസാരിക്കും. ഹെയർ സ്റ്റൈൽ മാത്രമല്ല, അമ്മയുടെ ഒരു ഫുൾ ലുക്ക് കാണട്ടെ എല്ലാവരും. തിരിച്ചറിയാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് മൈക്ക് കൊടുത്ത് സംസാരിക്കുന്ന 2 പേരാണ് കിച്ചു പിന്നെ അമ്മു. ബാക്കി ഞാനും ഇഷാനിയും ഓസിയും ഹൻസും നമുക്ക് മൈക്ക് കിട്ടി നമുക്ക് എങ്ങനെയെങ്കിലും അത് ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് പോകാനാണ് നോക്കുന്നത്. അപ്പോൾ ഇന്ന് അമ്മുവിൻ്റെ ബർത്ത്ഡേ, എന്താ പറയുക, ഷീസ് സോ സ്പെഷ്യൽ ടു മീ. പണ്ടൊക്കെ കോമഡി ആയിട്ട് അവരൊക്കെ ഓസി ഇഷാനിയൊക്കെ എന്നോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഇതുപോലെ മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ പറയും ഞാൻ അമ്മുവാ, എന്നുവെച്ചാൽ അമ്മു എന്ത് പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യൂ എന്നാണ് ഇവരുടെ വിചാരം. ഇഷാനി ഓസി പറയും അമ്മ ഞാൻ അമ്മുവാ, അപ്പൊ ഞാൻ ഓ എന്താ, അപ്പോഴേക്കും ഞാൻ റെസ്പോണ്ട് ചെയ്യണം. ഇവരല്ലാതെ എന്ത് പറയാനും ഞാൻ ചിലപ്പോൾ മൈൻഡ് ചെയ്യാതെ നടക്കും. ഓസി ഇഷാനി ഇടയ്ക്കുള്ള പിള്ളേരായി പോയതുകൊണ്ട് ആ ഒരു ഇതിലായിപ്പോയി അവര്. പക്ഷെ അമ്മു നേരത്തെ ഇഷാനിയും കിച്ചുവൊക്കെ പറഞ്ഞ പോലെ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള കുട്ടിയാണ്, ഭയങ്കര നല്ല കുട്ടിയാണ്. ഒരു 1.5 വയസ്സ് തൊട്ട് എനിക്ക് വേണ്ടി എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഫ്രണ്ടിൽ നിന്ന് അടി ഉണ്ടാക്കുന്ന ഒരു കുട്ടിയാണ്. ലൈക്ക് എൻ്റെ ഒരു പ്രൊട്ടക്ടറാണ് അമ്മ. എൻ്റെ എല്ലാ സ്വപ്നങ്ങളും ലൈക്ക് ഷീ നോസ് മോർ ദാൻ മീ. ഓക്കെ, എനിക്ക് എവിടെ പോകണമെന്നുണ്ടെങ്കിലും ഞാൻ ഇന്ന് എൻ്റെ ഇൻസ്റ്റയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് ഇസ് ഓൾ ഓവർ ബിക്കോസ് എല്ലാം ഷീ ടുക്ക് മീ എവറിവെയർ. എവറിത്തിങ് ഇസ് ലൈക്ക് ഓവർ.
നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഒരു അമ്മയും മോളും അല്ല. So, wish you a very, very, very happy birthday. God bless you. May you have all the happiness. നെക്സ്റ്റ് അപ്പച്ചി ഇങ്ങനെ വിട്ടാൻ പറ്റില്ല. എന്തെങ്കിലും. ഹലോ. ഓൺ തന്നെ. ആ കറക്റ്റ്. താങ്ക്സ്. അപ്പച്ചന്റെ വിചാരം നമ്മളിപ്പോ ഫോണിൽ മൊബൈലിൽ സംസാരിച്ചോണ്ടിരിക്കുക. നമ്മൾ ഊട്ടി പോയപ്പോ അവര് കാക്കയെ പിടിക്കാൻ ഓടിയ കൂടെ കാക്കയെ പിടിക്കാൻ ഓടിയത്. അതാണ് എന്റെ ഒരു നല്ല ഹാപ്പി ബർത്ത്ഡേ. So, Ammu is very cute. നിങ്ങൾ എല്ലാരും പെട്ടെന്ന് കാണുന്ന ഒരു അഹാന അല്ല. എനിക്ക് അമ്മുയെ കുറച്ചും കൂടെ അങ്ങനെയല്ല, അമ്മ കുറച്ചും കൂടെ ഒരു മെച്ചുവർ പേഴ്സൺ ആയിട്ടല്ല പെട്ടെന്ന് ഫസ്റ്റ് ഒരു ഇംപ്രഷൻ. പക്ഷെ എനിക്ക് അമ്മുവിന്റെ ക്യൂട്ട് സൈഡ് 100% അറിയാൻ. ഐ ലവ് ദാറ്റ്. പിന്നെ സോ അതിനു വേണ്ടി നിങ്ങൾ എല്ലാവരും കേൾപ്പിക്കാം. Can you say Basi ma'am? People will think I'm mad. I'll say something else in their voice. Hi Hansu. Yeah, so ഇതുപോലെയാണ് അമ്മ എൻ്റെ കൂടെ സംസാരിക്കുന്നത്. ഐ ലവ് ദാറ്റ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഇരിക്കുമ്പോൾ ചുമ്മാ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ലൈഫിലേക്ക് സോ ക്യൂട്ട് ഇറങ്ങിയിരിക്കും. അമ്മേനെക്കാളും 10 വയസ്സ് മൂത്തതാണെങ്കിലും ആ സിറ്റുവേഷൻ ലൈഫിലേക്ക് ഷീലേക്ക് അങ്ങനെ തോന്നും. പിന്നെ സിൻസ് ഷീസ് ഇത്രയും ഓൾഡർ ദാൻ മീ, ഷീ ഇൻസ്പയർസ് മീ സോ മച്ച്. ആൻഡ് കുറേ കാര്യങ്ങൾ ലൈക്ക് ഞാനിങ്ങനെ ആലോചിക്കും, അയ്യോ ഞാൻ എന്താ ചെയ്യണേ, ഐ ഫീൽ സോ സ്റ്റുപ്പിഡ്. ബട്ട് അമ്മ ചെയ്യുന്ന കാണുമ്പോൾ ലൈക്ക് വാവ്, അപ്പോൾ ഐ ക്യാൻ ലേൺ സോ മെനി തിങ്സ് ഫ്രം ഹർ. She's also taught me so many things in life, and yeah, seriously. So I love you. Happy 30th birthday, Ammu. So the thing that happened now is I entered my 20s and she just entered her 30s. Yeah, I just left my 20s. Yeah, but എനിക്ക് നാളെ എക്സാം ഉണ്ട്, but I think I can't miss this, so I came here for Ammu. നന്നായിട്ട് സംസാരിച്ചല്ലേ? പറയണം ഞാൻ അടുത്ത് വന്നില്ല. വീട്ടിൽ ഏറ്റവും കൂടുതൽ അമ്മുമായിട്ട് അടി ഉണ്ടാക്കിയിട്ടുള്ള ഞാൻ, അടി ഉണ്ടാക്കുന്നതും ഞാൻ തന്നെയാണ്. അത് എന്തോ ഒരു വല്ലാത്ത ബോണ്ടിങ് ഉണ്ട്. അത് ജനിച്ച് വീണപ്പോ തന്നെ കൊട കൊണ്ട് തലക്ക് അടിച്ചതിന്റെ ഒരു വേദന. ആരെ അടിച്ചു എന്ന് പറ. ഞാനല്ല, ഇദ്ദേഹം എന്നെ അടിച്ചു. എനിക്ക് തോന്നുന്നു അമ്മുനും അറ്റൻഷൻ പെട്ടെന്ന് കിട്ടാതായപ്പോ എന്റെ ഒരു വിഷമമാണെന്ന് തോന്നുന്നു. കാരണം വീട്ടിലെ സ്റ്റാർ ആയിരുന്നു. എന്റെ വീട് അപ്പൂന്റെ എന്റെ വീട്ടിൽ അപ്പുവിന്റെ അതിനകത്ത് പിന്നെ മരുന്നടിച്ചു, ഇതിനകത്ത് കൊട കൊണ്ട് അടിച്ചു. അതാണ് സംഭവിച്ചത്. പക്ഷെ അമ്മുവിന് ജുവനൈൽ ജയിലിൽ കൊണ്ടുപോയില്ല. ഇല്ല, വീട്ടുകാരങ്ങ് ആളെ മുറിക്കകത്ത് കൂട്ടി ആ മുറി ഒരു ജുവനൈൽ ജയിലാക്കി മാറ്റി. അതുകൊണ്ട് ആള് രക്ഷപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞ ഇതുപോലെ സംസാരിക്കാൻ അത്രയ്ക്ക് നല്ലതല്ല. എനിക്ക് ഭയങ്കര സ്ട്രെസ് ആവും ഒരുമിച്ച് കാണുമ്പോ. എനിക്ക് ഡാൻസ് കളിക്കാൻ മാത്രമേ അറിയാവൂ. എനിക്കിത് ഇച്ചിരി സ്ട്രെസ്സാണ്. പിന്നെ അമ്മു സത്യം പറഞ്ഞാൽ എനിക്ക് 30 years ഒക്കെ ആയെന്നുള്ള സത്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ശരി, അത് ശരി. ഞാനിടയിൽ ഒരു കുലസ്ത്രീ ആയത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്താ പറയാ, മെമ്മറി എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ അമ്മൂനെ കുറിച്ച് കുറച്ച് നല്ല ക്വാളിറ്റീസ് പറ. അമ്മൂന് സത്യം പറഞ്ഞ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നല്ലപോലെ ഉണ്ട്. അല്ല, നമ്മുടെ വീട്ടിലായാലും ഇപ്പൊ നമ്മുടെ ഫുൾ ഫാമിലി ആയിട്ട് എവിടെ ട്രിപ്പ് പോയാലും ഞാനും ഇഷാനിയും പല സ്ഥലങ്ങളിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ തമ്മിൽ പറയും, നമ്മളായിരുന്നെങ്കിൽ തേഞ്ഞാലും ഫുൾ ഫാമിലി അല്ലേ, നമ്മളങ്ങനെ പറയും. ബിക്കോസ് പല സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, അയ്യോ അമ്മു എങ്ങനെ ഡീൽ ചെയ്യുന്നു. ബിക്കോസ് അമ്മു പല സ്ഥലത്ത് നിന്ന് പല ഭാഷയിലൊക്കെ ആൾക്കാരോട് സംസാരിക്കും. ഞാനും ഇഷാനിയും വരെ ചേർന്ന് അങ്ങനെ ആയിപ്പോ അവിടെ നിന്ന്. നമ്മളാണെങ്കിൽ ഫാമിലി ഫുൾ അവിടെ ലണ്ടനിൽ നിൽക്കും, തിരിച്ചു വരില്ല. അവിടെ എവിടെയെങ്കിലും നമ്മൾ പെട്ടുപോകും. വിസയുടെ ഒക്കെ കാര്യം നമുക്കത് പറ്റത്തില്ല, നമുക്കത് ഹാൻഡിൽ ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷെ അമ്മു അത് കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യും എല്ലാം. മറ്റേ ലൈക് ഫുൾ നമുക്കിപ്പോ ട്രിപ്പ് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രൂപ്പിലെ ക്ലാസ് ലീഡർ അച്ഛനും അമ്മയും പോലും മറ്റേ കൊച്ചു പിള്ളേർ ലൈൻ ഫോം ചെയ്ത് പോകുന്നവരൊക്കെ പോകും. അമ്മുവാണ് ഫ്രണ്ടിൽ കൊടിയും പിടിച്ച് മറ്റേ ഗൈഡിനെ പോലെ പോകുന്നത് എല്ലാ സ്ഥലം. അപ്പൊ അതൊക്കെ ശരിക്കും നമ്മുടെ ഫാമിലിക്ക് തോന്നുന്ന അമ്മുന് മാത്രമേ അത് പറ്റൂ. നമ്മളെല്ലാരും പെട്ടി ചട്ടി ഫാറ്റി പോകും, അത്രേ അറിയാവുള്ളൂ. എന്നിട്ട് അവിടെ പോയിട്ട് ലൈക് അമ്മു അമ്മയ്ക്കും അവർക്ക് രണ്ടുപേർക്കും ആ ക്വാളിറ്റി ഏറ്റവും കൂടുതലുള്ള. ഏത് സ്ഥലത്ത് പോയാലും അവർക്ക് എത്ര മണിക്ക് എണീച്ചാലും ആ സ്ഥലം മുഴുവൻ അവർ നടന്ന് തീർത്തിട്ട് അവർ തിരിച്ച് വീട്ടിൽ വരത്തുള്ളൂ. പക്ഷെ ആ ക്വാളിറ്റി എനിക്കൊന്നും എനിക്കും അച്ഛനും ഒട്ടുമില്ല, നമുക്ക് രണ്ടും ഒട്ടുമില്ല. നമുക്ക് എവിടെയും പോയി കഴിഞ്ഞാൽ ചോറും കറിയും കിട്ടില്ലെങ്കിൽ നമ്മൾ വരില്ല, നമ്മൾ ആ വീട്ടിൽ തന്നെ നമ്മൾ വരില്ല എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും ഇരിക്കും. അപ്പൊ അതൊക്കെ അമ്മൂന് ആ ക്വാളിറ്റി നല്ലപോലെ ഉണ്ട്.
അത് എന്ത് ക്വാളിറ്റി, എന്തും കഴിക്കാൻ പറ്റുന്ന ക്വാളിറ്റി. അതുണ്ട്. അല്ല അതിന്റെ അല്ല അഡ്ജസ്റ്റ് ചെയ്യും. അഡ്ജസ്റ്റ് ഞാനും ചെയ്യും കേട്ടോ. എന്താ പറയാ, എന്തിനോടും അഡാപ്റ്റ് ആവും അമ്മു. അത് എനിക്കൊന്നും ഒട്ടും പറ്റത്തില്ല. എനിക്ക് അച്ഛനായിരിക്കും ഇഷാനിക്ക് മനസ്സിലേക്ക് ഒന്നും അത്രയ്ക്ക് പറ്റത്തില്ല, അത്രയും പറ്റത്തില്ല. പക്ഷെ അമ്മു അതിനുള്ള നല്ല ക്വാളിറ്റി ഉണ്ട്. അമ്മു ക്വാളിറ്റി എന്ന് പറയാൻ കുറേ ഉണ്ട്. പിന്നെ നല്ല പഠിക്കും, ബുദ്ധിയുണ്ട്. ആ ക്വാളിറ്റി ഞാൻ ഏറ്റെടുക്കുന്നില്ല. പിന്നെ അതെ പിന്നെ ഓമിനെ നോക്കുന്നതായാലും അമ്മു അഫ്കോഴ്സ് എന്നെക്കാൾ മൂത്തതായത് കൊണ്ടും അമ്മുവിനെ കുറെ കൂടെ കെയർ ഉണ്ട് ബേബിന്റെ അടുത്ത്. അപ്പൊ അങ്ങനെ എനിക്ക് കുറെ ഹെൽപ്പാണ് വീട്ടില്. ഇത്രയൊക്കെ തന്നെ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. നമ്മൾ ഇത്രയും സംസാരിച്ചിട്ടേ ഇല്ല. നിന്ന് വീർത്തു. എനിക്ക് പറ്റിയ ബോണ്ടിങ് നമ്മൾ തമ്മിലില്ല. അതാ നമ്മൾ നല്ല കൊടയെടുത്ത് അടിക്കും, നല്ല തെറി വിളിക്കും എന്നിട്ട് മാറിയിരിക്കും. എന്നിട്ട് എന്തെങ്കിലും കോമഡി പറയാനുള്ളത് മാത്രം കോമഡി പറയാം. അപ്പോഴാണ് നമ്മൾ ആകെ സംസാരിക്കുന്നത്. അമ്മൂനെ പറ്റി എന്താ പറയാ, വളരെ ഡെഡിക്കേറ്റഡ് ആൻഡ് കളിയാക്കി പറയുവാണോ ശരിക്കും പറയണോ? അല്ല, ഡെഡിക്കേറ്റഡ് എന്ന് വെച്ചാൽ എല്ലാത്തിനും അല്ല. പക്ഷെ ഇപ്പൊ അമ്മ ഒരു കാര്യം ഏറ്റെടുത്താൽ ഭയങ്കര ഡെഡിക്കേറ്റഡാ. അതിപ്പോ ഒരു മറ്റൊരാളുടെ പാർട്ടി ആയാലും ശരി, അമ്മൂന്റെ പാർട്ടി ആയാലും ശരി, നമുക്ക് കണ്ണടച്ച് നമുക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ കണ്ണുടച്ച് ചെന്നാൽ മതി. നമുക്ക് ഉറപ്പായിരിക്കും അത് അത്രയും നീറ്റ് ആൻഡ് എന്താ പറയാ ഭംഗിയായിട്ട് തന്നെ അമ്മ അത് ചെയ്തിരിക്കും. ആരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നതെങ്കിലും അമ്മ അത് ചെയ്തിരിക്കും. അപ്പൊ എന്റെ എന്തെങ്കിലുമൊക്കെ പരിപാടി വരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കണ്ണടച്ച അമ്മൂനെ തന്നെ ആയിരിക്കും ഇതെന്തോന്നുമല്ല ബിസിനസ് പറഞ്ഞേ ഉള്ളൂ. അല്ല, ഈ അമ്മു തന്നെ അമ്മൂന്റെ ബ്ലോഗിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അമ്മൂന്റെ ഫ്രണ്ട് പറഞ്ഞു എന്ന്. അതായത് എന്താ, അമ്മുവിന്റെ ഡ്രീംസ് മാത്രമല്ല മറ്റ് അവരുടെ ഒത്തിരി പേരുടെയും ഡ്രീംസ് അമ്മു സാധിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി ശരിയാണ്. ഇപ്പോ അപ്പൂപ്പൻ അമ്മൂമ്മനായാൽ പോലും ട്രിപ്പ് കൊണ്ടുവരില്ല സിംഗപ്പൂരിൽ, അല്ലേ? അപ്പൊ അത് നമ്മളാരും ചിന്തിച്ചില്ല. അഫ്കോഴ്സ് ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ളൊരു മേ ബി പറ്റില്ല എനിക്ക് ആ പ്രായത്തിൽ. പക്ഷെ അമ്മു അത് ചെയ്തു. വാട്ട് എവർ ഇറ്റ് ഇസ്, അത് അമ്മു ചെയ്തു. അതൊക്കെ ആക്ച്വലി വലിയ ഒരു മനസ്സ് തന്നെയാണ്. So we've been knowing each other since 11th standard. അന്ന് തൊട്ട് ഞങ്ങളുള്ള കണക്ഷൻ ഇതുവരെയും അതേപോലെ കീപ്പപ്പ് ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേരും എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഷീസ് എ ജെന്യുവൻ പേഴ്സൺ. അതാണ് അമ്മു. എനിക്ക് അഹാനനെ പറ്റി ഓർക്കുമ്പോൾ ഒരു ജെന്യുവൻ പേഴ്സൺ. നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പല ഫേസസിലോട്ട് നമ്മൾ വി നോ. നമ്മൾ സ്കൂൾ കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് വി എൻറ്റർ ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈൽ. ഒരു ഡിഫറെൻറ്റ് ഫേസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ഓൾ ദീസ് ഫേസസ് ഐ വാസ് യെസ്റ്റർഡേ റിഫ്ലെക്റ്റിംഗ് ഓൺ അവർ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോഴും ഷീസ് ബീൻ ദെയർ, ഷീ സ്റ്റേസ് ദെയർ. ഓക്കെ, അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് I don't think I have with anyone else. ഇനി അങ്ങോട്ടുള്ള എല്ലാ ഇയേഴ്സും I wish you all the best. ആദ്യമേ തന്നെ ഞാൻ പറയാം, എൻ്റെ സ്കൂളിലെ എൻ്റെ ഫേവററ്റ് ടീച്ചറാണ് അനിത കൃഷ്ണൻ ടീച്ചർ. ഞാൻ കുറേ വർഷങ്ങളായിട്ട് കുറേ പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ചിലർ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കും. ആൻഡ് ഷീ ഹാസ് ഓൾസോ ടേക്കൺ എ ഗ്രേറ്റ് എഫർട്ട് ടു കീപ്പ് ഇൻ ടച്ച്, സ്റ്റേ ഇൻ ടച്ച്. അങ്ങനെ പോയി അഹാന പറഞ്ഞോളൂ, ഞാൻ ടീച്ചർ ഈ നാട്ടി ആയതുകൊണ്ട് എനിക്കൊരു സ്റ്റുഡൻറ്റ് ചെയ്യുന്ന ഒരു മകളെ പോലെയായി. ഇപ്പൊ എൻ്റെ മോള് പോലും പറയാം അമ്മയുടെ മാനസപുത്രി അഹാന. അങ്ങനെ അത്ര ക്ലോസ് ആയി. ഷീ ഈസ് വെരി കെയറിങ്. പിന്നെ ഒരു ടീച്ചറിന്റെ ഇതിൽ പറയുകയാണെങ്കിൽ അന്ന് തൊട്ടേ പഠിക്കണ ഒരു കുട്ടി, ഡാൻസ് കളിക്കും, പാട്ട് പാടും, ഇങ്ങനെ എല്ലാത്തിലും വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടി. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഐ വിഷ് യു എവറിഥിങ് ഗുഡ് ഇൻ ലൈഫ്. Thank you. Happy birthday. Thank you so much. ഞാൻ അഹാനെ പരിചയപ്പെട്ടിട്ട് 5 വർഷത്തോളാവും. അഹാനന്റെ ക്ലയന്റ് ആണ്. അഹാനെ കൂടെ എനിക്ക് എല്ലാത്തിനും ഒരു കോൺഫിഡൻസ് ആണ്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിങ്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ പ്ലസ് ആണ് അഹാനെ. അമ്മു എൻ്റെ ജീവിതത്തിൽ വന്നത് ഡാൻസിലൂടെയാണ്. സ്കൂളിൽ ഡാൻസിന് വേണ്ടിയിട്ട് അമ്മുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡാൻസ് കളിക്കാൻ. അപ്പോൾ ആരൊക്കെയോ പറഞ്ഞു റിയയുടെ അമ്മയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് റിയ ആയിട്ട് അമ്മ കൂട്ടായത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഷീസ് 30. ഇടയ്ക്ക് വെച്ച് കൺഫെഷൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ മക്കൾ വേറെ ആർക്കെങ്കിലും സംസാരിക്കുന്നത് കൂടുതലെടുക്കുന്നത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് നീമയുടെ കാര്യത്തിലായാലും റിയയുടെ കാര്യത്തിലും ആദ്യം എനിക്ക് എനിക്ക് അമ്മൂടുത്ത് ആദ്യം പറയും അമ്മു എന്തിനാണ് എൻ്റെ റിയ അടുത്ത് ഇത്രയും സ്നേഹം കാണിക്കുന്നതൊക്കെ തോന്നും. റിയ എന്തിനാണ് അമ്മൂടുത്ത് സ്നേഹം കാണിക്കുന്നതൊക്കെ തോന്നും. പക്ഷേ
ലേറ്റർ ഓൺ എന്നെക്കാട്ടി കൂടുതലും എൻ്റെ മോളെ മനസ്സിലാക്കുന്നതും അവളെ സഹായിക്കുന്നതും ഇറ്റ്സ് അമ്മു. പ്രത്യേകിച്ചും ഈ ഇടയ്ക്കാണ് ഞാൻ അറിഞ്ഞത് റിയ ഫൈൻഡ് സോ മച്ച് ഓഫ് ലവ് ഇൻ അമ്മു ആൻഡ് അമ്മു ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. അവളെ എന്നെക്കാട്ടി കൂടുതൽ നോക്കുന്നത് അമ്മുവാണ്. ഞാൻ ഇടയ്ക്ക് റിയായിട്ട് അടികൂടും, റിയാനെ ചീത്ത പറയും, വഴക്ക് പറയും, പക്ഷേ അമ്മു ഇസ് ഓൾവേസ് ദേ ഫോർ ഹർ. അത് ഞാൻ ഒരിക്കലും മറക്കൂല. ഞാൻ പ്രസവിച്ചില്ലെങ്കിലും ഷീസ് ലൈക്ക് മൈ ഡോട്ടർ നൗ. അത് ഞാൻ ആദ്യം ഇപ്പോഴാണ് ഞാൻ പറയുന്നത്. എൻ്റെ ലവ് യു സോ മച്ച്. താങ്ക് യു. മേക്കപ്പ് ഒക്കെ പാളി. സിന്ധുവാണ് ആക്ച്വലി, എനിക്കും ഇങ്ങനെ വർത്താനം പറഞ്ഞ ശീലമില്ല, പക്ഷെ സിന്ധുവാണ് എൻ്റെ ഫ്രണ്ടെങ്കിലും ഞങ്ങൾ ഒരുപാട് മണിക്കൂറുകൾ സംസാരിക്കും. പക്ഷെ എന്നാലും മോളുമായിട്ട് ഇപ്പം അമ്മു ഒരുപാട് ക്ലോസ് ആയതിനു ശേഷമാണ് ഞാൻ അമ്മുവിനെ ഇത്ര അറിയുന്നത്. എല്ലാവരും പറഞ്ഞ പോലെ വളരെ ഒരു തോട്ട്ഫുൾ പേഴ്സൺ ആണ്. ഒരു അറ്റൻഷൻ ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ. നന്ദിനി എൻ്റെ മോളിൽ അമ്മുവിനെ പറ്റി പറയുന്നത് ഷീസ് ലൈക്ക് എ ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ, അങ്ങനെയാണ് പറയുന്നത്. എന്നുവെച്ചാൽ വന്നിട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്ക്. മേ ബി റിയയും അമ്മൊക്കെ 11th 12th ഒക്കെ ആയപ്പോൾ തൊട്ട് ലൈക്ക് ഒരു 9th 10th റിയക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ബട്ട് ഫ്രം ദെൻ ടിൽ ടുഡേ ഷീ ഈസ് ജസ്റ്റ് സ്റ്റേഡ് ആൻഡ് ലൈക്ക് ഐ ആക്ച്വലി പുട്ട് ഓൺ എ പോസ്റ്റ് ടുഡേ, for everyone else she is Riya's best friend, but for me I can't even explain this relationship because she's my friend, she's my sister, she's just so much that I can't say. And like I have memories with her which I can't even share, you know, because it's like she's like a daily part of my life. And the friends പോലും അങ്ങനെ ഒരു daily part of my life അറിയുന്ന ഒരാളല്ല. She's just been there. റിയക്കാണെങ്കിലും എനിക്കാണെങ്കിലും ലൈക്ക് ഞാൻ നാട്ടിൽ വരുമ്പോൾ I don't even have to plan a visit. She's just planning things, you know. Okay, so let's go see Anita teacher dinner, let's go for dinner there, let's go here, let's go for a drive, let's go do this. So all the other teachers also എനിക്ക് കാണണമെന്നുണ്ട്, പക്ഷെ അത് ഒരിക്കലും നടക്കാറില്ല ബിക്കോസ് ആക്ച്വലി അമ്മു പ്ലാൻ ചെയ്യാനില്ല. She's very special and I don't think I've told her also. I mean, we both are very similar. അങ്ങനെ നമുക്ക് ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. ഞാനിപ്പോ ഞെട്ടിയിരിക്കുക. പോകട്ടെ. Happy birthday to you. Happy birthday to you. Happy birthday dear Ammu. Happy birthday to you. Thank you, thank you. Thanks, thanks. നിങ്ങളെല്ലാവരും എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള, എൻ്റെ ജീവിതത്തിൽ മീനിങ് ആഡ് ചെയ്യുന്ന, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്സ് എന്ത് എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ആൾക്കാരാണ്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് ഇന്ന് ഞാൻ റിയടുത്ത് പറയായിരുന്നു, എനിക്ക് എപ്പോൾ ഒരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെ വിളിച്ചാൽ വരുന്ന ഒന്നും രണ്ടും അല്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ കണ്ണടച്ച് ഈ കൂട്ടത്തിലുള്ള ആരെ വിളിച്ചാലും നിങ്ങൾ എന്നെ സഹായിക്കാൻ വരും, അല്ലെങ്കിൽ എന്നെ രക്ഷിക്കാൻ വരും എന്ന് എനിക്കറിയാം. അപ്പോൾ ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ ലൈഫിലുണ്ട് എന്നുള്ളത് ഇപ്പോൾ നിങ്ങളെല്ലാവരും നേരത്തെ എന്നെ പറ്റി പറഞ്ഞു. പക്ഷേ എനിക്ക് തിരിച്ച് പറയണം ദാറ്റ് അത് എനിക്കൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ അതിനെ കൺസിഡർ ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ലൈഫിൽ ഓരോ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാം. കുറച്ച് മുമ്പ് നിങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് പിന്നെ ഇവിടെ നാട്ടുകാർക്കും അറിയാം. ഇന്നൊരു എന്താ പറയുക, എൻ്റെ ലൈഫിൽ എനിക്കിന്നൊരു ഒരു ബർത്ത്ഡേ പാർട്ടി ഓർഗനൈസ് ചെയ്ത് എനിക്കൊരു മെയിൻ ആവാൻ അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് നമുക്ക് തിരിഞ്ഞ് നോക്കുമ്പം നമ്മുടെ മനസ്സിൽ വളരെ കളർഫുൾ ആൻഡ് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഓരോ മൊമെൻറ്റ്സ് വേണമല്ലോ. അതാണല്ലോ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഉള്ള ആ വിഷ്വലിനെ നല്ല ലുക്കാക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ദിവസം ഞാൻ വിചാരിച്ചു, ഞാൻ ഇതുവരെ എനിക്ക് വേണ്ടി എൻ്റെ ഇഷ്ടമുള്ള എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് വിളിച്ചൊരു പരിപാടി ഓർഗനൈസ് ചെയ്തിട്ടില്ല. സോ ഐ വാണ്ടഡ് ദാറ്റ്. എൻ്റെ ഇഷ്ടമുള്ള എല്ലാവരും വന്ന്
നമ്മളങ്ങ് അടിച്ചു പൊളിക്കുന്നു. അത് മാത്രമായിരുന്നു ഇന്നത്തെ പരിപാടിയുടെ ഉദ്ദേശം. അപ്പം ഞാൻ വിളിച്ചതിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും വരാൻ പറ്റിയതിൽ ഐ എം സോ എക്സൈറ്റഡ്. ഐ എം പ്രിറ്റി ഷുവർ ദാറ്റ് എനിക്കൊരു 50-60 വയസ്സൊക്കെ ആകുമ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നമ്മളിരുന്ന് കണ്ട് ഞാനിരുന്ന് കണ്ട് ഞാൻ ഒരുപാട് ആസ്വദിക്കും. സോ താങ്ക് യു ഓൾ സോ മച്ച്. ആൻഡ് നിങ്ങളെല്ലാവരും ഇന്ന് വെള്ള കളർ ഉടുപ്പൊക്കെ ഇട്ട് വന്നു എന്നുള്ളത് എനിക്ക് വളരെ സ്പെഷ്യലായിട്ട് ഐ ഫീൽ സോ ഹാപ്പി. ഞാൻ പറഞ്ഞൊരു കാര്യമായിട്ട് എടുത്തത് യു ഓൾ കം ആൻഡ് that's so special to me. So thank you so much. ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതുവരെ നടന്നിട്ടുള്ളൂ. ഇനി ഡിന്നർ ഇസ് ഓപ്പൺ. നമ്മൾ പുറത്ത് നിന്ന് ഫുഡ് കഴിക്കും. എന്നിട്ട് ബാർ ഇസ് ഓപ്പൺ. അപ്പോൾ എന്താന്ന് വെച്ചാൽ അവിടെ പോയി വാങ്ങാം. എന്നിട്ട് പിന്നെ DJ തുടങ്ങും. അപ്പോൾ സജനാൻറ്റിയുടെ ചുവടുവെപ്പോടെ നമ്മൾ തുടങ്ങി നമ്മൾ DJ പൊളിച്ചെടുക്കും. അപ്പോൾ യു ആർ മൈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ. സോ താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. What time was Ahaana born? സിന്ധു. Question അതൊന്നുമല്ല. എന്റെ വാച്ചിൽ 3:20 ആയിരുന്നു. Goal അടിച്ചു. മന്തി. Ahaana's favorite lunch to take to school while in LKG and UKG. നമ്മളാണ് അവിടെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നത്. What was the first word Ahaana said as a child? അമ്മാന്നല്ല കിച്ചൂന്ന്. പോയിന്റ് എത്ര? When Ahaana was a baby, she used to say a word for frog. What is it? സിന്ധു. പേര് എന്റെ പേര് പറഞ്ഞു. സിന്ധുവിന്റെ പേരാണ് ആദ്യം പറഞ്ഞത്. Sorry. കിച്ചുവിന് പറയണോ? വേണ്ട ഞാൻ പറയട്ടെ. ബജാജി. അമ്മയാണ് വിന്നർ എന്ന് തോന്നുന്നവർ കൈവെക്കൂ. ഓ മെജോറിറ്റി അച്ഛന്റെ പോയിന്റ് 12, അമ്മയുടെ പോയിന്റ് 16. സിന്ധു is the winner guys. ഇലക്ഷനും നമ്മൾ തോക്കുന്നു, ഇവിടെ വന്നിട്ട് തോക്കുന്നു. എന്തൊരു വിധി ആലോചിച്ച് നോക്കിയത്. പഠിക്കുക, ഇവിടെ വന്നിരുന്ന് പഠിക്കുന്ന ഒരു ക്യൂട്ട് ഡോളാണ് എൻ്റെ ഹൻസു. Oh no, I'm having a migraine. Oh.
ഗുഡ് മോർണിംഗ്. രാവിലെ ഞാനും അച്ഛനും അമ്മയും കൂടി ഇവിടെ ട്രിവാൻഡ്രത്ത് ഹനുമാൻ കോവിലുണ്ട്, അവിടെ പോവുകയാണ്. എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു, കാർ എടുത്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് അമ്പലത്തിൽ ചെല്ലണം. നമ്മൾ ട്രിവാൻഡ്രത്ത് കൊച്ചിലെ ആയിരുന്നു ആക്ച്വലി നമ്മൾ കുറേയും കൂടി ടെമ്പിൾസ് ഫ്രീക്വൻ്റ്ലി വിസിറ്റ് ചെയ്യുന്നത്. ഇപ്പം സത്യം പറഞ്ഞാൽ കുറവാണ്. പക്ഷേ എനിക്ക് ഒരു ട്രിവാൻഡ്രത്തെ അമ്പലം എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ ആദ്യം വരുന്നത് മാത്രമല്ല, ആകെ വരുന്നത് ആക്ച്വലി ഹനുമാൻ കോവിലാണ്. കാരണം കൊച്ചിലെ തൊട്ടേ നമ്മൾ എപ്പോഴും വരുമായിരുന്നു. ആൻഡ് വളരെ ഒരുപാട് ആളും ബഹളവും ഒന്നും ഇല്ലാത്ത, പക്ഷെ നല്ലൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉള്ളൊരു അമ്പലമാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നു അമ്മ നമ്മൾ ഞാൻ എത്ര വർഷം കഴിഞ്ഞായിരിക്കും നമ്മൾ കൊണ്ട് കുറേ സ്ഥലത്ത് ഒരുമിച്ച് പോകുമല്ലോ. അതെ, എൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞ ഒരു 5-6 വർഷം 5-6 ഇയേഴ്സിൽ വന്നിട്ടേ ഇല്ല. ഇന്നലെ രാത്രി തിരിച്ച് വീടെത്തി കഴിഞ്ഞിട്ട് എനിക്കും അമ്മയ്ക്കും അച്ഛനും ഒക്കെ ആക്ച്വലി ഒരു 3-4 മണിക്കൂർ ഉറക്കമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഉറക്കമൊന്നും കിട്ടിയില്ലെങ്കിലും രാവിലെ എണീറ്റ് വി വാണ്ടഡ് ടു കം. കാരണം ഇന്നലെ ഞാൻ എത്രയോ ദിവസമായിട്ട് രാത്രി എന്നും കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ബ്രെയിൻ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. കാരണം കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. എല്ലാം കറക്റ്റായിട്ട് നടക്കും, എല്ലാം കറക്റ്റായിട്ട് നടന്ന അടിപൊളിയായിരിക്കും. പക്ഷേ എല്ലാം കറക്റ്റായിട്ട് നടന്നു എന്നുള്ളതാണ് അതിലൊരു ട്വിസ്റ്റല്ല, അതിലൊരു മാജിക്. ഇറ്റ് വാസ് സച്ച് എ പെർഫെക്റ്റ് ഡേ ദാറ്റ് ഐ obviously had to come to say a huge thank you. അപ്പം നമുക്ക് അകത്ത് പോയാലോ? അമ്മയുടെ മോർണിംഗ് ഡ്രൈവ് എങ്ങനെ ഉണ്ടായിരുന്നു? അച്ഛൻ്റെയോ? അമ്മൂൻ്റെ ആദ്യത്തെ ഓട്ടോറിക്ഷ യാത്ര ഈ അമ്പലത്തിലോട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, ഓർമ്മയില്ലെങ്കിൽ. പണ്ട് അമ്മൂനെ കുറിച്ച് എഴുതുന്നൊരു ബുക്കുണ്ടായിരുന്നു. കിച്ചു എല്ലാ തേഴ്സ്ഡേയും ഹനുമാൻ കോവിൽ വരുമായിരുന്നു. അത് നമുക്ക് മാരുതി 1000-ൻ്റെ കാറായിരുന്നു. അപ്പോൾ കിച്ചു ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ കീ അകത്ത് വെച്ച് കാറ് ലോക്കായി. അന്ന് മൊബൈലില്ല, മൊബൈൽ വന്ന് കാണും, ഞങ്ങളുടെ കയ്യിലൊന്നും മൊബൈലില്ല. അങ്ങനെ കിച്ചു ഏതോ കടയിലെന്തോ പോയിട്ട് ലാൻഡ് ഫോണിൽ ഞങ്ങളുടെ വീട്ടിലെ ലാൻഡ് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു കീ വണ്ടിക്കകത്തായിപ്പോയി, ഡ്യൂപ്ലിക്കേറ്റ് കീ ആയിട്ട് വരുമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ കിച്ചുവിന് എന്തിൻ്റെ അസുഖം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പോയി ഡ്യൂപ്ലിക്കേറ്റ് കീ എടുത്ത് അമ്മുമായിട്ട് കിച്ചുവിൻ്റെ അത് നമ്മൾ തമിഴ്നാട്ടിൽ കുറേ നടന്ന് താഴെയൊക്കെ വന്നാലേ ഓട്ടോ കിട്ടും. അമ്മൂനെ എടുത്ത് ഞാൻ നടന്ന് വന്നു, ഓട്ടോ പിടിച്ച് ഇവിടെ വന്ന് കീ കൊണ്ട് കൊടുത്തു. അതെൻ്റെ മെമ്മറിയിൽ എപ്പോഴും നിൽക്കുന്ന ഒരു കാര്യമാണ്. ഈ കിച്ചു വന്ന് കീ കാറിനകത്ത് വെച്ച് മറന്നത് ഞാൻ അമ്മൂനെയും കൊണ്ട് ആദ്യമായിട്ട് വന്നത്. അത് ഓട്ടോയിൽ കയറിയപ്പോൾ അമ്മു ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ കാറ്റൊക്കെ വരുന്നു, അമ്മ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുമായിരുന്നു. സോ ഇനി ഞാനത് ജസ്റ്റ് റിമെമ്പറിങ് ഓൾ ദാറ്റ് ഫ്രം ദാറ്റ് സ്മോൾ ബേബി ഹൗ മച്ച് അമ്മു ഹാസ് ഗ്രോൺ അല്ലേ. അന്ന് പിന്നെ നമ്മൾ എന്നിട്ട് എങ്ങനെയാ തിരിച്ചു പോയേ? അത് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചുകൂടെ എന്തോന്ന് കിച്ചു എന്തായി കാണിച്ചതൊക്കെ പറഞ്ഞു. എൻ്റെ അവസാനം ആ കാറിൽ പോയി നമ്മൾ 3 പേരും കൂടി. അപ്പൊ ദേ ഇന്നിപ്പോ വീണ്ടും നമ്മൾ 3 പേരും കൂടി പോയാലോ? ഞാൻ കൊച്ചായിരുന്നപ്പോൾ വിചാരിച്ചിരുന്നത് എന്താണെന്നറിയോ, 30 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ യങ് അല്ല, മറ്റൊരു ഫേസ് ഓഫ് ലൈഫിലേക്ക് കടന്നു കയറുകയാണെന്നൊക്കെയാണ്. പക്ഷെ ടുഡേ നൗ ദറ്റ് ഐ ഹാവ് ടേൺ 30 എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ സോൾ എന്ന് പറയുന്ന ഈ സംഭവമില്ലേ, ഇതിന് പ്രായമാകണോ അല്ലെങ്കിൽ എത്രത്തോളം പ്രായമായി എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. കാരണം എനിക്ക് 20 വയസ്സുണ്ടായിരുന്നപ്പോൾ തോന്നിയതിനേക്കാൾ എത്രയോ കൂടുതൽ യങ് ആൻഡ് ചർപ്പി ആൻഡ് പ്ലേഫുൾ ആൻഡ് സിലി ആൻഡ് ചൈൽഡ് ലൈക്ക് ആൻഡ് യൂത്ത്ഫുൾ ആയിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത് നൗ ദാറ്റ് ഐ ഹാവ് ടേൺഡ് 30. അതുകൊണ്ട്
ഇന്ന വയസ്സിൽ ഇങ്ങനെ തോന്നണം, ഇന്ന വയസ്സിൽ അങ്ങനെ തോന്നണം എന്നൊന്നും ഇല്ല എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. സോ ഹിയേഴ്സ് വിഷിംഗ് ദ happiest 30s of my life, and here's hoping to feeling young, silly and unstoppable forever.